നമസ്കാരം, ഞാൻ ബൈജുവൻ നായർ. നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ നിൽക്കുന്നത് കുട്ടിക്കാനത്താണ്. കുട്ടിക്കാനത്തെ മനോഹരമായ ഒരു തോട്ടത്തിന് നടുവിൽ, അല്ലെങ്കിൽ റോഡിന് നടുവിൽ എന്ന് പറയാം. നമ്മൾ അടുത്ത കാലത്ത് ഇവിടെ വന്നത് ഹ്യുണ്ടായി എക്സ്റ്റർ ഓടിച്ചുകൊണ്ട് നമ്മൾ മേഘമലയിലേക്ക് പോയ സമയത്ത് അമ്മച്ചി കൊട്ടാരം എന്നൊരു പഴയ തിരുവിതാംകൂർ രാജാവിൻ്റെ കൊട്ടാരം സന്ദർശിച്ചിരുന്നു. ആ വഴി അന്ന് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അവിടെയാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. പക്ഷേ ഞാൻ ഒറ്റയ്ക്കല്ല, എൻ്റെ കൂടെ 4-5 പേരുണ്ട്. 4-5 പേരെന്ന് പറഞ്ഞാൽ 3 പേര് വാഹനങ്ങളാണ്. നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന പോലെ ഒരു പജേരോ, ഇവിടെ ഒരു ടൊയോട്ട ഹൈലക്സ്, അവിടെ മറ്റൊരു പജേരോ, അതോടൊപ്പം തന്നെ എൻ്റെ കൂടെ 3 പേരുമുണ്ട് ഈ വാഹനത്തിൻ്റെ ഉടമകൾ. നമ്മൾ 2 തവണ ചെയ്ത ഒരു കൊമേഴ്സ് അക്കാഡമിയുടെ വീഡിയോ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാകും. ട്രിപ്പിൾ ഐ എന്നാണ് കൊമേഴ്സ് അക്കാഡമിയുടെ പേര്. 5 വർഷം കൊണ്ട് കേരളത്തിലെ വളരെ ശ്രദ്ധേയമായ ഒരു സ്ഥാപനമായിട്ട് മാറിയ ട്രിപ്പിൾ ഐയിലെ 3 ഫാക്കൽറ്റി മെമ്പേഴ്സാണ് ഇവർ. നമസ്കാരം. ഒന്ന് ജസ്റ്റിൻ, മുഹമ്മദ്, ജോമൽ. ഇവരെ 3 പേരെയും ഒന്നിപ്പിക്കുന്ന 2 ഘടകങ്ങളുണ്ട്. ഒന്ന് ഇവർക്ക് കൊമേഴ്സിനോടുള്ള താല്പര്യം, മറ്റൊന്ന് ഓഫ് റോഡ് താല്പര്യം, അല്ലേ? ഏറ്റവും മികച്ച 3 ഓഫ് റോഡ് വാഹനങ്ങളാണ് 3 പേരുടെ കയ്യിലുള്ളത്. ഇവരൊക്കെ എപ്പോഴും ഇവിടെയൊക്കെ വന്ന് ഓഫ് റോഡ് ചെയ്യാറുണ്ട്. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവരെ പറ്റിയൊന്ന് സംസാരിക്കാം. കൂടെ ഈ കൊമേഴ്സ് അക്കാഡമിയുടെ കാര്യങ്ങൾ, പിന്നെ കൊമേഴ്സിൻ്റെ പുതിയ സാധ്യതകൾ, പിന്നെ ഓഫ് റോഡിൻ്റെ സാധ്യതകൾ, ഇങ്ങനെ പല കാര്യങ്ങളാണ് സംസാരിക്കാനുള്ളത്. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ തുടങ്ങാം, അല്ലേ? അപ്പോൾ ഈ പറഞ്ഞ പോലെ ഇതിനകത്ത് ഏറ്റവും ഹാർഡ് കോർ ആയിട്ടുള്ള ഓഫ് റോഡ് പ്രാന്തൻ ആരാണ്? നിങ്ങൾ 3 പേര്. ജസ്റ്റിനാണല്ലേ? എല്ലാവരും ചൂണ്ടിക്കാണ് ജസ്റ്റിനാണ്. ജസ്റ്റിൻ തിരുവനന്തപുരത്താണല്ലേ സ്ഥലം? ഏതാണ് ജസ്റ്റിൻ്റെ വാഹനം? ഹൈലക്സ് എന്ന് പറയുന്നത് പജേറോയുണ്ട്. അത് ശരി. രണ്ടും ഏറ്റവും മികച്ച 2 ഓഫ് റോഡ് വാഹനങ്ങളാണ്. അപ്പോൾ ഈ പജേറോയിൽ നിന്ന് ഈ ഒരു ഹൈലക്സിലേക്ക് വന്നപ്പോൾ എന്ത് മാറ്റമാണ് തോന്നുന്നത്? ഏതാ ഒറ്റ നോട്ടത്തിൽ ഏതാണ് നല്ലതെന്ന് ചോദിച്ചാൽ ഏത് പറയും? ഓഫ് റോഡിന് അത് പറയാൻ ബുദ്ധിമുട്ടാണ്. ഓഫ് റോഡിന് ബെറ്റർ എനിക്ക് തോന്നുന്നു ഹൈലക്സിനെക്കാളും കുറച്ചുകൂടി ആ ഒരു ലെങ്തിൻ്റെ ഒക്കെ വെച്ച് നോക്കുമ്പോൾ പജേറോയാണ് കുറച്ചുകൂടെ ബെറ്റർ. പക്ഷേ യാത്രാ കംഫർട്ടും ബാക്കി കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ എനിക്ക് തോന്നുന്നു ഓട്ടോമാറ്റിക് ആയതുകൊണ്ടും ഫുൾ ഓപ്ഷൻ ആയതുകൊണ്ടും നമുക്ക് ഹൈലക്സ് ലോങ് ഡ്രൈവുകൾക്ക് വളരെ സുഖമാണ്. ശരി. യാത്രയുടെ കംഫർട്ട്, ബാക്കിലത്തുള്ള പാസഞ്ചേഴ്സിൻ്റെ കംഫർട്ട് നോക്കി കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു പജേറോ തന്നെയാണ്. ആണല്ലേ? ഈ ബോഡി റോള് കൂടുതൽ അതിനാണ് തോന്നിയിരിക്കുന്നത്. ബോഡി റോള് നമുക്ക് ബാക്കിൽ ലോഡിംഗ് ബേയിൽ അധികം സാധനങ്ങളില്ല എങ്കിൽ, വെയിറ്റ് ഇല്ല എന്നുണ്ടെങ്കിൽ ഇതിന് ബോഡി റോൾ ഇച്ചിരി കൂടുതലല്ലേ? പജേറോയ്ക്ക് ബോഡി റോൾ തീരെ ഇല്ല. എനിക്ക് തോന്നുന്നു പജേറോ ഭയങ്കര സോഫ്റ്റ്, രസമാണല്ലേ? അതിൻ്റെ ഒരു മൂവ്മെൻറ്റ്സ് ഒക്കെ ഭയങ്കര രസമാണ്. സ്റ്റെബിലിറ്റി ഭയങ്കര. പക്ഷേ ഈ പറഞ്ഞ പോലെ പണ്ട് വളരെ കാലമല്ലേ ഇപ്പോൾ നിന്ന് പോയിട്ട് ഇന്ത്യയിൽ. അപ്പോൾ അതുകൊണ്ട് വളരെ ദൂരെ ഓടിയ വണ്ടികളൊക്കെ ആയിരിക്കും ഇപ്പോൾ കിട്ടാനുള്ളത്, അല്ലേ പജേറോയുടെ കാര്യത്തിൽ? അപ്പോൾ നിങ്ങൾ രണ്ടുപേരും പജേറോ വാങ്ങിച്ചിട്ട് എത്ര കാലമായി? ഞാൻ വാങ്ങിച്ചിപ്പം ഒരു 3-4 മാസം. 4 മാസമേ ഉള്ളൂ. ഈ പ്രാന്ത് കയറിയതാണോ? അതോ? ശരി. ഇപ്പൊ വാങ്ങിച്ചിട്ടേ ഉള്ളൂ, ആണോ? അപ്പോൾ ഈ വളരെ പുതിയ വണ്ടികളൊക്കെ കിട്ടാവുന്നൊരു കാലഘട്ടത്തിൽ നിങ്ങളും ഈ ഓഫ് റോഡിനോട് താല്പര്യം കൊണ്ടാണ് ഇതിലേക്ക് എത്തിയത്? ഞാൻ ഇത് ആദ്യം യൂസ് ചെയ്തിരുന്ന ഒരു ഫോർഡിൻ്റെ ഫിയസ്റ്റയാണ്. പിന്നെ അതിനുശേഷം ഒരു എർട്ടിഗ യൂസ് ചെയ്യുന്നുണ്ട്. പിന്നീട് ഒരു ജിപ്സിനോട് ഭയങ്കര താല്പര്യം ഉണ്ടായിരുന്നു ചെറുപ്പത്തിൽ, ഒരു 4x4 വെഹിക്കിൾ എന്നുള്ള രീതിയിൽ. പിന്നെ ജിപ്സി ഞാനിങ്ങനെ ജസ്റ്റിൻ സാറിനോടൊക്കെ സംസാരിക്കുമ്പോൾ ജിപ്സി തീരെ പ്രൊമോട്ട് ചെയ്യുന്നില്ല. ഞാൻ ഇടയ്ക്ക് വൈജേട്ടൻ്റെ ജിംനീൻ്റെ ഒരു വീഡിയോ കണ്ടിരുന്നു. അപ്പോൾ അത് കണ്ടപ്പോഴും എനിക്ക് ആ വീഡിയോയിൽ പറഞ്ഞ സ്പെക്കും കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടു. പക്ഷെ നേരിട്ട് കണ്ടപ്പോൾ എനിക്ക് അത്ര ഇഷ്ടമായില്ല. വളരെ ചെറുതാണ്. പക്ഷെ ഓഫ് റോഡ് ഭയങ്കര കേപ്പബിൾ ആട്ടോ. അടുത്ത കാലത്ത് ഓടിച്ചു നോക്കിയിരുന്നു. ഞാൻ കണ്ടിരുന്നു. നമ്മുടെ കഴിഞ്ഞ ഒരു ഈവെന്റിനകത്ത് 3-4 ജിമ്മി ഉണ്ടായിരുന്നു. ആണല്ലേ? അവൻ ശരിക്കും അവന്റെ വെയിറ്റ് ലെസ് കൊണ്ടാകാൻ തോന്നുന്നു വലിയ മൗണ്ടനെ കയറാനായിട്ട് ഭയങ്കര ഈസിയാണ്. ശരിയാണ്. ഈ പറഞ്ഞ പോലെയാണ് ഈ ജിംനിയുടെ കാര്യത്തിൽ. ഞാനും ആദ്യം ഒരു ഓഫ് റോഡ് ഓടിച്ചതിന് ശേഷം ഒന്ന് ബുക്ക് ചെയ്തത് ഡെറാഡൂണിലായിരുന്നു. അവിടെ ഈ പറഞ്ഞ പോലെ മറ്റ് ഒരു വണ്ടിയും ആ രീതിയിൽ ഓഫ് റോഡ് പോകില്ല എന്ന് നമുക്ക് മനസ്സിലാക്കിയെടുത്തത്. എന്ന് വെച്ചാൽ ഞാനിപ്പോൾ ഓഫ് റോഡൊന്നും പോകാറൊന്നുമില്ല കേട്ടോ എന്തായാലും. അപ്പോൾ ഈ ഏറ്റവും മികച്ചൊരു ഓഫ് റോഡ് ട്രാക്ക് ഏതാ കേരളത്തിൽ ഇപ്പോൾ ഓടിച്ചിട്ടുള്ളതിൽ? ഞാനിപ്പോൾ കേരളത്തിൽ ഓടിച്ചതിൽ നാച്ചുറൽ ആയിട്ടുള്ള ട്രാക്ക് പറയുകയാണെങ്കിൽ നാലുമലയാണ്. ടഫ്നെസ്. നാലുമല നമ്മുടെ ഇടുക്കി പൂപ്പാറയ്ക്ക് അടുത്താണ്. അതിന് ടഫ്നെസ് ആയിട്ട് തോന്നിയിട്ടുള്ളത്. അതർവൈസ് ട്രാക്കായിട്ട് നമുക്ക് എനിക്കൊന്ന് ഏറ്റവും കൂടുതൽ ആൾക്ക് നമ്മുടെ ഓഫ് റോഡേഴ്സ് ഉപയോഗിക്കുന്നത് നമ്മുടെ MMJ എസ്റ്റേറ്റിനകത്തുള്ള ഓഫ് റോഡ് ട്രാക്കാണ്. പക്ഷെ നാച്ചുറൽ ട്രാക്കിൽ എനിക്ക് കുറച്ച് ടഫ്നെസ് ഫീൽ ചെയ്തിട്ടുള്ളത് ഉറുമ്പിക്കരയേക്കാളും ടഫായിട്ട് തോന്നിയിട്ടുള്ളത് നാലുമലയാണ്. ഈ MMJ എന്ന് പറയുന്നത് വാഗമണിലാണ്. വാഗമണിൽ അവിടെയായിരുന്നു നാഷണൽ മീഡിയ ഡ്രൈവ് ടൊയോട്ട ഫോർച്യൂണറിൻ്റെ. അപ്പം ഇന്ത്യയിലുള്ള മുഴുവൻ ഓട്ടോമൊബൈൽ ജേർണലിസ്റ്റുകളൊക്കെ വന്ന് അവിടെയാണ് ഓടിച്ചത്. എല്ലാവരും അന്തം വിട്ടു. കാരണം അന്ന് ഇതുപോലൊരു മഴക്കാലവും മിസ്റ്റും പച്ചപ്പും എല്ലാം കൂടി ഈ മറ്റേ വരണ്ട സ്ഥലത്തു നിന്നൊക്കെയാണല്ലോ അവരൊക്കെ വരുന്നത്. അന്ന് എല്ലാവരും ഞെട്ടിപ്പോയി. ഗംഭീര അനുഭവമായിരുന്നു. അപ്പോൾ എന്തായാലും ഈ പറഞ്ഞ പോലെ ഓഫ് റോഡാണ് നമ്മൾ പറഞ്ഞു തുടങ്ങിയെങ്കിലും എനിക്ക് കൂടുതൽ അറിയാനുള്ളത് കൊമേഴ്സ് അക്കാഡമിയെ പറ്റിയും കൊമേഴ്സിൻ്റെ സാധ്യതകളെ പറ്റിയൊക്കെയാണ്. കാരണം ഇപ്പോൾ നമ്മൾ ഈ പരമ്പരാഗത കോഴ്സുകളിൽ നിന്നൊക്കെ മാറി പലരും മാറി ചിന്തിക്കുന്ന ഒരു കാലമാണ്.
അങ്ങനെ വരുമ്പോൾ ഈ TIII അക്കാഡമിയിലെ കോഴ്സുകൾ ഏതൊക്കെയാണ്, അതിൻ്റെ സാധ്യതകൾ എന്തൊക്കെയാണെന്ന് നിങ്ങൾക്കൊന്ന് പറഞ്ഞു തരിക എന്നുള്ളതാണ് എൻ്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം. അതിനുശേഷം നമുക്ക് വീണ്ടും ഓഫ് റോഡിലേക്കൊക്കെ വരാം. അപ്പോൾ ഞാനെപ്പോഴും പറയാറുണ്ട്, ഞാൻ ചെയ്ത വീഡിയോകളിൽ എനിക്ക് ഏറ്റവും കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ഈ വാക്കുകളുള്ള വീഡിയോ ആയിരുന്നു TIIIയുടെ. കാരണം നമുക്കൊരു ബന്ധമില്ലാത്ത കോഴ്സുകളായതുകൊണ്ട് ACC തൊട്ട് ABCDEFGHIJ എന്ന് പറഞ്ഞ പോലെ കോഴ്സുകളുണ്ടല്ലോ. ശരിക്കും എന്തൊക്കെ കോഴ്സുകളാണ് അവിടെ ഇപ്പോൾ ഉള്ളത് ഈ കൊമേഴ്സുമായിട്ട് ബന്ധപ്പെട്ട്? കൊമേഴ്സുമായിട്ട് ബന്ധപ്പെട്ട് TIII ഇപ്പോൾ പ്രൊവൈഡ് ചെയ്യുന്നത് ഏറ്റവും പ്രധാനമായിട്ട് ഒന്ന് CA, മറ്റൊന്ന് ACCA, മറ്റൊന്ന് CMA തന്നെ ഇന്ത്യയും ഉണ്ട്, CMA US ഉണ്ട്. പിന്നെ ഫോറിൻ കോഴ്സായിട്ട് നമുക്ക് പ്രധാനമായിട്ട് പറയാൻ പറ്റുന്ന ഫോറിൻ കോഴ്സ് ഒന്ന് ACCയും CMA USAയുമാണ്. ഇന്ത്യൻ കോഴ്സായിട്ട് പറയാൻ പറ്റുന്ന CS, കമ്പനി സെക്രട്ടറി എന്ന് പറയുന്ന CS കോഴ്സ്, പിന്നെ CA, CMA ഇന്ത്യ. ഇത് മൂന്നുമാണ് ഇന്ത്യൻ കോഴ്സുകൾ നമ്മളിപ്പോൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ഇത് ബേസിക്കായിട്ട് എന്ത് പഠിച്ചിട്ടാണ് ഇതിലേക്കൊക്കെ വരേണ്ടത്? 2 ഓപ്ഷൻസ് ഉണ്ട്. +2 കഴിയുന്ന സ്റ്റുഡൻസിനും ജോയിൻ ചെയ്യാം. BCom കഴിഞ്ഞിട്ട്, ഡിഗ്രി കഴിഞ്ഞിട്ടോ അല്ലെങ്കിൽ BSCയോ എനി ഡിഗ്രി കഴിഞ്ഞിട്ടുള്ള ആൾക്കാർക്കും ജോയിൻ ചെയ്യാം. +2 കഴിഞ്ഞിട്ടും ജോയിൻ ചെയ്യാം. എനി ഡിഗ്രി മതി. പക്ഷേ നമ്മളൊക്കെ എന്നെയൊക്കെ സംബന്ധിച്ചുള്ള ഈ ഇതിനെപ്പറ്റിയുള്ള നിരക്ഷരായിട്ടുള്ള ഒരാൾ ആലോചിക്കുന്ന വെച്ചാൽ കണക്കൊക്കെ ഭയങ്കരമായിട്ട് അറിയാവുന്ന ആളുകളൊക്കെയാണ് ഇതിലേക്കൊക്കെ വരേണ്ടത്. അങ്ങനെയൊന്നും ഇല്ല. അപ്പോൾ അത് വളരെ തെറ്റിദ്ധാരണയാണ്. കണക്കെന്ന് പറഞ്ഞാൽ നമ്മുടെ ബേസിക് മാത്തമാറ്റിക്സ് മതി. ഈ BSc സയൻസുകാരോ അല്ലെങ്കിൽ BSc മാത്തമാറ്റിക്സുകാരോ പഠിക്കുന്ന ഒരു മാത്സിൻ്റെ ആപ്ലിക്കേഷനും നമുക്ക് വരുന്നില്ല. അത് ശരിക്കും തെറ്റിദ്ധാരണയാണ്. കാരണം പൊതുവെ ഈ ചാർട്ടേഡ് അക്കൗണ്ട്സ് അല്ലെങ്കിൽ CMA എന്ന് പറയുമ്പോൾ ഒരു കണക്ക് നോക്കുന്ന ആളാണെന്നുള്ളൊരു കൺസെപ്റ്റാണ്. പക്ഷെ അത് തെറ്റാണ്. അങ്ങനത്തെ മാത്തമാറ്റിക്സ് അല്ല നമ്മുടെ ഇവിടുത്തെ പ്യുവർ മാത്തമാറ്റിക്സ് അല്ല. ജസ്റ്റ് ബേസിക് അഡിഷൻ, മൾട്ടിപ്ലിക്കേഷൻ, സബ്ട്രാക്ഷൻ, ഡിവിഷൻ അറിയാൻ മതി. അതല്ലേ? ശരി. വേറെ കുഴപ്പമില്ല. അപ്പോൾ നിങ്ങൾ ഓരോരുത്തരും ഏതൊക്കെയാണ് പഠിപ്പിക്കുന്നത്? ഞാൻ ഇത് കൈകാര്യം ചെയ്യുന്ന CA ആണ്. ചാർട്ടേഡ് അക്കൗണ്ടൻസിയുടെ ഇന്ത്യൻ CAയുടെ ടാക്സ് എന്നുള്ള സബ്ജക്റ്റാണ് ഞാൻ ഡീൽ ചെയ്യുന്നത്. മുഹമ്മദോ? ഞാൻ CMA ACC എല്ലാ കോഴ്സിനും എടുക്കുന്നുണ്ട്. കൂടുതലായിട്ട് ACCയും CA. ഞാൻ CA, CMA and CS ഈ 3 കോഴ്സാണ്. അപ്പോൾ ഈ പറഞ്ഞ അമേരിക്ക ആയിട്ട് ബന്ധപ്പെട്ട കോഴ്സിൻ്റെ പേരെന്തായിരുന്നു? CMA USA. അതെന്താണ് അതിൻ്റെ പ്രത്യേകത? എന്താണ് അതാരാ പഠിപ്പിക്കുന്നത്? ഇപ്പോൾ ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്. CMA US എന്ന് പറയുമ്പോൾ അതൊരു നമ്മുടെ ഈ ഒരു പ്രൊഫഷണൽ കോഴ്സിൻ്റെ ഏറ്റവും ഡ്യൂറേഷൻ കുറഞ്ഞൊരു കോഴ്സ് CMA US ആണ്. നമ്മൾ നന്നായിട്ട് പഠിക്കുകയാണെങ്കിൽ വിത്തിൻ 1 year നമുക്ക് സെക്യൂർ ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൊഫഷനാണ് CMA US എന്ന് പറയുന്നത്. അത് US-ആയിട്ട് എന്താ അനുബന്ധം? ആ US ബേസ്ഡ് ബോഡിയാണ് ഇത് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ IMA എന്നുള്ള ഒരു ഇൻ്റർനാഷണൽ ബോഡിയാണ്, US ബേസ്ഡ് ബോഡിയാണ്. ആ ബോഡിയാണ് ഈ CMA US എന്നുള്ള സർട്ടിഫിക്കേഷൻ പ്രൊവൈഡ് ചെയ്യുന്നത്. ശരി. അപ്പോൾ അതെന്ത് പഠിച്ചിട്ടാണ് അതിൽ ജോയിൻ ചെയ്യേണ്ടത്? അതും നമുക്ക് +2 കഴിഞ്ഞാൽ തന്നെ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. പക്ഷെങ്കിൽ ഡിഗ്രി അതിന് നിർബന്ധമാണ്. അപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് വിത്തിൻ 7 years എന്ത് ചെയ്താൽ മതി, ഡിഗ്രി കംപ്ലീറ്റ് ചെയ്താൽ മതി. അപ്പോൾ ചില കുട്ടികൾ +2 കഴിഞ്ഞ ഉടനെ ഇറങ്ങിയിട്ട് അതിൻ്റെ കൂടെ ഡിഗ്രി പാരലായിട്ട് ചെയ്യും. പിന്നെ മെജോറിറ്റി ആൾക്കാർ ഡിഗ്രി കഴിഞ്ഞതിന് ശേഷമാണ് ആ ഒരു പ്രൊഫഷൻ ചൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ അമേരിക്കയുള്ള ബന്ധമുള്ളത് കൊണ്ട് തന്നെ ഇത് അങ്ങനെ ഇന്ത്യക്ക് വെളിയിൽ ജോലി കിട്ടാൻ കൂടുതൽ എളുപ്പമുള്ളതാണോ? നമ്മൾ എന്താ പറയുക, ഇന്ത്യക്കകത്തും പുറത്തും ഇത് മെയിനായിട്ട് മാനുഫാക്ചറിങ് സെക്ടറിലൊക്കെയാണ് ഇതിൻ്റെ ഒരു സാധ്യത കൂടുതൽ. എന്ത് ജോലിയാണ് കിട്ടാവുന്നത്? അതിലിപ്പോൾ നമ്മൾ ഈ കോസ്റ്റായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ ഈ ഒരു വാഹനങ്ങൾ, ഇത്തരം ഓട്ടോമൊബൈൽ സെക്ടറിൻ്റെ ഒക്കെ കൂടുതൽ ആപ്ലിക്കേഷനൊക്കെ അതിലാണ് വരുന്നത്. കോസ്റ്റ് കൺട്രോൾ ചെയ്യുക, കോസ്റ്റ് റെഡ്യൂസ് ചെയ്യുക, ഇങ്ങനെ കോസ്റ്റ് കൺട്രോളർ എന്നുള്ള ജോബ്, അനലിസ്റ്റ് എന്നുള്ള ജോബ്. ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു പ്രൊഡക്റ്റ് ലോഞ്ച് ചെയ്യണ വേണ്ടിയോ ഇത്തരം ഡിസിഷൻസ് ഒക്കെ എടുക്കുന്നത് ഇത്തരം പ്രൊഫഷൻ. അതിന്റെ കോസ്റ്റ് കണ്ടെത്തി അത് അല്ലേ? അതിന്റെ ഇക്വലന്റ് പ്രൊഫഷൻ തന്നെയാണ് നമ്മുടെ CMA ഇന്ത്യ എന്ന് പറയുന്ന ഇന്ത്യൻ ബോഡി. CMA US-ഉം CMA ഇന്ത്യയും ശരിക്കും റിലേറ്റഡ് ആണ്. ഡ്യൂറേഷൻ വളരെ ഷോർട്ടാണ്. ഇപ്പോഴത്തെ കുട്ടികൾക്ക് വർഷങ്ങൾ ഒരുപാട് പഠിക്കാൻ താല്പര്യമില്ലാത്തൊരു കാലഘട്ടമാണല്ലോ. അപ്പോൾ അങ്ങനെ ഉള്ളവർക്ക് അധികം മെനക്കെടാൻ വയ്യ. എന്നാൽ നല്ലൊരു കോഴ്സ് കയ്യിൽ വേണം, ജോലി കിട്ടണം. ഇതൊക്കെ നല്ല ഹൈലി പെയ്ഡ് ആണോ ഇതിൻ്റെയൊക്കെ? കമ്പാരിറ്റീവ്ലി നമ്മുടെ നമ്മളിപ്പോൾ ഒരു പോസ്റ്റ് ഗ്രാജുവേഷൻ അല്ലെങ്കിൽ ഗ്രാജുവേഷൻ ഒക്കെ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഹൈലി പെയ്ഡ് ആണ്. പിന്നെ ഒരു ഇനീഷ്യലി ഉള്ള ഇന്റേൺഷിപ്പ് ഈ എല്ലാ കോഴ്സിനും അപ്ലിക്കബിൾ ആണ്. അതിപ്പോൾ ഏത് മേഖലയായാലും നമുക്കൊരു ബേസിക് എക്സ്പീരിയൻസ് വേണമല്ലോ. അത് ഇന്റേൺഷിപ്പ് കഴിഞ്ഞാൽ പിന്നെ ഇതിനെല്ലാം കിട്ടുന്ന പേയ്മെന്റ് എന്ന് പറയുന്നത് ഒരു നോർമൽ റേറ്റ് ആയിരിക്കില്ല. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് വരാം. CA അല്ലേ? CA എന്ന് പറയുന്നത് ഇപ്പം എനിക്കൊക്കെ ഏറ്റവും കൂടുതൽ ആരാധനയുള്ള ഒരു വർഗ്ഗമാണ് CA-ക്കാരെന്ന് പറയുന്നത്. കാരണം നമ്മളൊക്കെ കണക്കുകളൊക്കെ നോക്കുകയും ഈ പറഞ്ഞ പോലെ ഇവരൊക്കെ എങ്ങനെ തലയെ കൊണ്ടു നടക്കുന്നത് പോലും എനിക്ക് അത്ഭുതം തോന്നാറുണ്ട്. അത്രയധികം പഠിക്കാൻ ബുദ്ധിമുട്ടുള്ള സാധനമാണോ CA? ബുദ്ധിമുട്ടെന്ന് പറയാൻ പറ്റില്ല. അതിനകത്ത് വോളിയമാണ്, നല്ല വോളിയമുണ്ട്. അപ്പോൾ ഒരു പെർസിവറൻസ് എന്ന് പറയുന്ന സാധനം, അതായത് നമുക്കൊരു ഡെഡിക്കേഷൻ വേണം, കോൺസ്റ്റൻ്റായിട്ട് എഫേർട്ട് ഇടാൻ പറ്റണം.
ഭയങ്കര ഇൻ്റലിജൻസ് വേണമെന്നില്ല. ഇല്ല, ഹാർഡ് വർക്കിംഗ് ആണ് അതിനകത്ത് മെയിനായിട്ട് വേണ്ടത്. കാരണം സിലബസ് വളരെ വാസ്റ്റ് ആയതുകൊണ്ട് അത്രയും കവർ ചെയ്തെടുത്ത് പഠിച്ചെടുക്കാനുള്ളൊരു ടൈം അതിന് കൊടുക്കണം. നമ്മൾ അത്രയും മെനക്കെട്ട് പഠിക്കണം. സൈഡിൽ കൂടെ വേറെ കോഴ്സുകൾ ചെയ്യരുത്. എക്സ്ക്ലൂസീവ്ലി അത് ഫോക്കസ് ചെയ്യുവാണെങ്കിൽ പാസ്സാവുന്നതാണ്. ഒരുപാട് കുട്ടികൾ ഇപ്പോൾ പാസ്സാവുന്നതാണ്. ശരിക്കും ഈ പറഞ്ഞ ഇടയ്ക്ക് കുറേ പേർക്ക് പേപ്പർ കിട്ടാതെ പോകുന്നതൊക്കെ കേട്ടിട്ടുണ്ട്. അതൊക്കെ കാരണം ഒരു പേപ്പർ പോയാലും ആ ഗ്രൂപ്പ് മുഴുവനും എഴുതണമെന്നുള്ള ഒരു ഗ്രൂപ്പ് സിസ്റ്റം ഉള്ളത് കൊണ്ടാണ് അതിനകത്ത് ആ ഒരു ചലഞ്ച് വരുന്നത്. പേപ്പർ വൈസ് നോക്കിയാൽ ടഫ്നെസ് എന്ന് പറയാൻ കഴിയില്ല. ആ ഗ്രൂപ്പ് ഒരുമിച്ച് ഒരു മിനിമം പെർസെൻറ്റേജ് മാർക്ക് കിട്ടിയാൽ നമ്മൾ ക്വാളിഫൈഡ് ആയിട്ട് കണക്കാക്കുള്ളൂ. അപ്പോൾ അതിൻ്റെ ഒരു ടഫ്നെസ് ഉണ്ട്. പക്ഷേ ഭയങ്കര ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള ആൾക്കാർക്ക് ജയിക്കാൻ പറ്റുള്ളൂ എന്നുള്ളത് തെറ്റിദ്ധാരണയാണ്. പ്രോപ്പറായിട്ടൊരു കോച്ചിങ് എടുക്കുവാണെങ്കിൽ നമുക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കോഴ്സാണ് ഇപ്പോൾ. ഒത്തിരി സയൻസ് സ്റ്റുഡൻസ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് കുട്ടികൾ വരുന്നുണ്ട്. +2 സയൻസ് പഠിച്ച കുട്ടികൾ പോലും വന്നിട്ട് പെർഫോം ചെയ്ത് ജയിച്ചു പോകുന്നുണ്ട്. അപ്പോൾ നമുക്ക് ശരിക്കും CA പഠിച്ചു കഴിഞ്ഞാൽ സ്വന്തമായിട്ട് വേണമെങ്കിലും ഈ വക്കീലിൻ്റെ കാര്യം പോലെയാണ് അല്ലേ? സ്വന്തമായിട്ടും പ്രാക്ടീസ് ചെയ്യാം. അല്ലെങ്കിൽ ഇപ്പം കുറച്ചാണ് ഞാൻ ജോലി ചെയ്തു, എനിക്ക് മടുത്തൊന്ന് പ്രാക്ടീസ് ചെയ്യണം, ഒരു സ്വന്തം ബോസായിട്ടിരിക്കണം, നിങ്ങൾക്ക് അത് ചെയ്യാം. ഇനി സ്വന്തം ബോസായിട്ടിരുന്നു, എനിക്ക് കുറച്ചുകൂടെ പൈസ വേണം, എനിക്കൊന്ന് എംപ്ലോയ്മെൻറ്റിൽ പോകണം, തിരിച്ചു പോകാം. വളരെ ഫ്ലെക്സിബിളാണ്. ജീവനുള്ളിടത്തോളം കാലം നമുക്ക് പ്രാക്ടീസ് ചെയ്യാം. അത് ഭയങ്കര ഒരു റിട്ടയർമെന്റ് ഇല്ല. നമുക്ക് ഡിസൈഡ് ചെയ്യാം എനിക്ക് ഇത്ര പേയ്മെന്റ് മതിയോ. അത് ഭയങ്കര എന്താ പറയുക, ഒരു സ്കോപ്പുള്ളൊരു എന്നുവെച്ചാൽ നമുക്ക് മിനിമം ഇത്രയും മതി, എനിക്ക് ഒരുപാട് റിസ്ക് എടുക്കാൻ വയ്യ, നിങ്ങൾക്ക് അങ്ങനെ നിൽക്കാം. അല്ല എനിക്ക് ഭയങ്കരമായിട്ടൊരു ലക്ഷങ്ങൾ ശമ്പളം ഉണ്ടാക്കണം, അല്ലെങ്കിൽ കുറച്ച് ഒരുപാട് സമ്പാദിക്കണം, അതിലേക്ക് പോവാം. വളരെ ഫ്ലെക്സിബിൾ ഓപ്ഷനാണ്. പിന്നെ ഇത് ക്വാളിഫൈ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ വേറെ പോസ്റ്റ് ക്വാളിഫിക്കേഷൻ കോഴ്സിൻ്റെ ആവശ്യമില്ല. ഇപ്പോൾ സയൻസ് ഒക്കെ പറഞ്ഞ ഇവൻ MBBS ആയാലും നമ്മൾ വേറെ ഒരുപാട് പഠിക്കണം. ഈ ഒരൊറ്റ ക്വാളിഫിക്കേഷൻ മതി. ജോലി ഇല്ലാത്ത ഒരാളെ കാണിച്ചു തരാൻ പറ്റില്ല. നടക്കുന്ന ആളില്ല. ശരിയാണ്, അതെ ശരിയാണ്. അപ്പോൾ ഇത് എന്ത് പഠിച്ചിട്ടാണ് പറഞ്ഞത്? ഡിഗ്രിയാണ്? BCom കഴിഞ്ഞിട്ട് വരാം, അല്ലെങ്കിൽ BSc എനി ഡിഗ്രി കഴിഞ്ഞിട്ട് വരാം, അല്ലെങ്കിൽ +2 കഴിഞ്ഞിട്ട് വരാം. +2 എനി സ്ട്രീം കഴിഞ്ഞിട്ട് നമുക്ക് ജോയിൻ ചെയ്യാം. അഡ്വൈസബിൾ +2 കഴിഞ്ഞിട്ട് വരുന്നതാണ്. കാരണം ഒരുപാട് വർഷങ്ങൾ നമ്മൾ ഡിഗ്രി കഴിഞ്ഞ് വെയിറ്റ് ചെയ്യേണ്ട കാര്യമില്ല. എൻ്റെ കൂടെ ഡിഗ്രി നമുക്ക് പാരലായിട്ട് എഴുതിയെടുക്കാം. ഒരുപാട് യൂണിവേഴ്സിറ്റിയോട് ടൈപ്പ് ഉണ്ട് ഇൻസ്റ്റിറ്റ്യൂട്ടിന്. അപ്പോൾ അത് കാരണം നമുക്ക് കുറച്ച് പേപ്പറുകൾ മാത്രം എഴുതി ഡിഗ്രി എഴുതിയെടുക്കാം. ഫോക്കസ് ഡിഗ്രി അല്ലല്ലോ, പ്രൊഫഷണൽ കോഴ്സ് ആണല്ലോ, നമ്മളെ CA ആണല്ലോ. അപ്പോൾ സൈഡിൽ കൂടെ ഡിഗ്രി എഴുതിയെടുക്കാം. +2 കഴിഞ്ഞ് വരുന്നതാണ് കൂടുതൽ അഡ്വൈസബിൾ. ഇനി ചില ആൾക്കാർക്ക് ഡിഗ്രി കഴിഞ്ഞിട്ട് മതി, ഒരു ഫൗണ്ടേഷനൊക്കെ ആവട്ടെ എന്നുള്ളവർക്ക് ഡിഗ്രി കഴിഞ്ഞിട്ട് വരാം. അപ്പോൾ നമ്മൾ മര്യാദയ്ക്ക് പഠിച്ചു പോകാന്നിരിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ എത്ര കാലം കൊണ്ട് CA കംപ്ലീറ്റ് ആക്കാൻ പറ്റും? ഇപ്പോഴത്തെ ഒരു നമ്മുടെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ പുതിയ സിലബസ് ഒക്കെയാണ്. അത് പ്രകാരം ഒരു 4 വർഷം കൊണ്ട് നമുക്ക് തീർക്കാം. ആർട്ടിക്കൽഷിപ്പ് ട്രെയിനിങ്ങും ഇൻ്ററും ഫൈനലും എല്ലാം കൂടി ഒരു 4 വർഷം കൊണ്ട് തീർക്കാം. ശരി. അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ AAA CA പഠിച്ചെന്നിരിക്കട്ടെ, നമുക്ക് എന്ത് തരത്തിലുള്ള സപ്പോർട്ടാണ് അതിന് ശേഷം, പഠിച്ചതിന് ശേഷം എന്തെങ്കിലും നല്ല സപ്പോർട്ട് കൊടുക്കുന്നുണ്ട്? പഠിച്ചതിന് ശേഷം ഡെഫിനറ്റ്ലി അവർക്ക് ഈ ആർട്ടിക്കൽഷിപ്പിന് പോകാനുള്ള ഫേംസിലേക്കുള്ള റെഫറൻസ് നമ്മൾ കൊടുക്കുന്നുണ്ട്. ക്യാമ്പസ് പ്ലേസ്മെൻറ്റ് നമ്മൾ അസിസ്റ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഒരുത്തം ക്വാളിഫൈ ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു സ്റ്റുഡൻറ്റ് ക്വാളിഫൈ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ സഹായം സത്യം പറഞ്ഞാൽ വേണ്ട എന്നുള്ളതാണ്. അതുവരെയാണ് നമ്മുടെ ഹെൽപ്പ് കൂടുതൽ വേണ്ടത്. കാരണം ക്ലാസ് ഇല്ലാണ്ട് ഇത് പാസ്സാവാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. പ്രോപ്പർ കോച്ചിങ് അത് ഈ ഫീൽഡിൽ തന്നെ ചെയ്യുന്നവർ കൊടുത്താൽ മാത്രമേ നമുക്ക് ആ ഒരു ഗൈഡൻസ് കിട്ടുള്ളൂ. കാരണം ടഫ് ആണെന്ന് ചോദിച്ചാൽ ടഫാണ്, പക്ഷേ ക്രാക്ക് ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാൽ പോസിബിളാണ്. പ്രോപ്പർ കോച്ചിങ് ഉണ്ടെങ്കിൽ നമുക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ CAയുടെ കാര്യം പറഞ്ഞ പോലെ തന്നെ ഒരു വെല്ലുവിളി നിറഞ്ഞ അന്തരീക്ഷത്തിൽ നമ്മൾ നിൽക്കുന്നത്. കാരണം മഴയുണ്ട്, കാറ്റുണ്ട്, കോടമഞ്ഞ് വരുന്നുണ്ട്, എങ്കിലും വളരെ രസകരമായ ഒരു അന്തരീക്ഷമാണ്. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം, അമ്മച്ചി കൊട്ടാരത്തിന് അതുവഴി ഒന്ന് കയറിയാലോ? രാവിലെ അതിൻ്റെ ഗേറ്റ് തുറന്നിട്ടില്ല. ഞങ്ങളൊന്ന് അകത്ത് കയറി നോക്കാൻ ശ്രമിച്ചപ്പോൾ ഗേറ്റ് തുറന്നില്ല, അതുകൊണ്ട് വണ്ടി കയറ്റിയിട്ടില്ല. ഇവിടുന്ന് നേരെ പോയി കഴിഞ്ഞാൽ ഒരു വ്യൂ പോയിന്റ് അല്ലേ? പീലിക്കുന്ന് വ്യൂ പോയിന്റ് എന്ന് പറയും. പീലിക്കുന്ന് കുറച്ച് ഓഫ് റോഡ് ഉണ്ട്. ശരി, കുറച്ച്. പക്ഷേ ഇപ്പോൾ ഈ ഒരു അന്തരീക്ഷത്തിൽ മുഴുവൻ മിസ്റ്റായിരിക്കും ഇവിടെ കാണാൻ, മിസ്റ്റായിരിക്കും. ഓക്കെ, നമുക്കിനി മുഹമ്മദിലേക്ക് വരാം. ACCA എനിക്ക് ആ കൺഫ്യൂഷൻ കേട്ടോ. ഞാൻ നേരത്തെ ഇവിടെ പറയായിരുന്നു, ഞാൻ ഈ ചോദിക്കുന്ന ചോദ്യങ്ങളെല്ലാം വളരെ കൃത്യമാണ്. കാരണം ഒരു പേരൻറ്റ് എന്നെപ്പോലെ ഇതൊന്നും അറിയാത്തൊരു പേരൻറ്റ് വന്നാൽ അവിടെ ചോദിക്കുന്ന ചോദ്യങ്ങളാണ് ഞാൻ ഈ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം അതാണല്ലോ ഏറ്റവും ആവശ്യം. ഇപ്പോൾ ഈ നമ്മളാകെ ഇത്തരം മേഖലകളിൽ പരിചയപ്പെടുന്നത് പോലും ഒരു CA-കാരനേ ഉള്ളൂ. അതിനപ്പുറത്തേക്ക് ഈ പറഞ്ഞ കോഴ്സുകളൊന്നും പഠിച്ചവരെ ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ട് എനിക്ക് ഓർമ്മയില്ല. ACCA എന്ന് പറയുമ്പോൾ അസോസിയേഷൻ ഓഫ് ചാർട്ടേഡ് സർട്ടിഫൈഡ് അക്കൗണ്ടന്റ്. ഓ അത് ശരി. അപ്പോൾ ഈ CAയും ACCA വ്യത്യാസം എന്താണ്? അത് തുടങ്ങാം നമുക്ക്. നമ്മുടെ ഇന്ത്യയിൽ CA എന്ന് പറയുന്നത് പോലെ ഒരു UK ബേസ്ഡ് ബോഡിയാണ് ACCA. ചാർട്ടേഡ് അക്കൗണ്ടന്റ് തന്നെ, വർക്ക് സ്പേസ് സെയിം ആണ്. ഇന്ത്യയിൽ ഒരു ചാർട്ടേഡ് അക്കൗണ്ടന്റ് എന്തൊക്കെയാണോ ചെയ്യുന്നത് അത് തന്നെയാണ് ഒരു ACCA-കാരൻ്റെ ജോബ് റോൾ. അപ്പോൾ ഇന്ത്യയിൽ എന്തുകൊണ്ടത് പഠിക്കണം? അപ്പോൾ ഇന്ത്യയിൽ പഠിക്കണം എന്ന് പറഞ്ഞാൽ നമുക്ക് ലോകത്ത് എവിടെ നിന്നും ഈ എല്ലാ പ്രൊഫഷനും ചെയ്യാം. പിന്നെ പൊതുവേ ACCA പോലുള്ള പ്രൊഫഷനിലേക്ക് ആൾക്കാർ വരുന്നതിൻ്റെ ബേസിക് റീസൺ സാറ് പറഞ്ഞ ഈ CAൻ്റെ ഒരു ഫ്ലെക്സിബിലിറ്റി കുറവാണ്. CA എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഒരു ഗ്രൂപ്പ് സിസ്റ്റം എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റാണ്. ഒരു ഗ്രൂപ്പിൽ ഒരു 3 പേപ്പർ ഉണ്ടെങ്കിൽ 3 പേപ്പറും ഒരുമിച്ച് പാസ്സാവും. ഒരു മിനിമം പെർസെൻറ്റേജ് ഉണ്ടെങ്കിൽ അത്
ആ ഗ്രൂപ്പ് എല്ലാം മാറ്റി എഴുതാം. ഓ അത് ശരി. ആ അപ്പോൾ ACCA നമുക്കുള്ളൊരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു പേപ്പർ ക്ലിയർ ചെയ്താൽ പിന്നെ ആ പേപ്പർ എഴുതണ്ട. ഓ അത് ശരി. അതൊരു പ്ലസ് പോയിന്റ് ആണ്. ഓ അപ്പോൾ ACCA പഠിച്ചു കഴിഞ്ഞാൽ ഇന്ത്യയിലും ജോലി സാധ്യതയുണ്ടോ? ഇന്ത്യയിലുണ്ട്, അതേപോലെ തന്നെ ഗ്ലോബലി ഉണ്ട്. അപ്പോൾ എൻ്റെ ചോദ്യം അത് തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ട് ACCA പഠിക്കണം? CA പഠിച്ചിട്ട് ഇന്ത്യ ജോലി ചെയ്താൽ പോരെ? ഇന്ത്യയിൽ ജോലി ചെയ്യാൻ ACCA പഠിക്കണം? ഇല്ല, നമ്മളിപ്പോൾ ഒരാൾ ഇന്ത്യയിൽ തന്നെയാണ് നിൽക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഇന്ത്യൻ CA പ്രിഫർ ചെയ്യുന്നത്. കാരണം നമുക്ക് ഇന്ത്യയിലെ എല്ലാ ടാക്സും അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ഒക്കെ ഇന്ത്യൻ CA തന്നെ പഠിക്കുന്നത്. അതേസമയം ഇന്ന് പല ആൾക്കാരും ഔട്ട്സൈഡ് ഇന്ത്യ വർക്ക് ചെയ്യാൻ താല്പര്യപ്പെടുന്നുണ്ട്. അതേപോലെ തന്നെ ഇന്ത്യ എന്നുള്ളത് ഒരു ഔട്ട്സോഴ്സ് മാർക്കറ്റായി മാറി. ലോകത്തുള്ള പല കമ്പനിയും ഇവിടെ ഒരു ഓഡിറ്റിംഗ് ഫേം അല്ലെങ്കിൽ ഒരു ഔട്ട്സോഴ്സിങ് വർക്കൊക്കെ ഇവിടുന്ന് ചെയ്തിട്ട് അവിടുത്തെ വർക്കൊക്കെ ഇവിടുന്ന് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് ഇവിടെ ഉള്ള ഒരാൾക്ക് അവിടുത്തെ ടാക്സേഷൻ അല്ലെങ്കിൽ ഇന്റർനാഷണൽ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ഇതൊക്കെ അറിയേണ്ടതുണ്ട്. അപ്പൊ അതെല്ലാം ACCA നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. ശരി. അപ്പം ഈ CA പഠിച്ച ഒരാൾക്ക് അപ്പം ഇത്തരം ജോലികളൊന്നും ഇന്ത്യക്ക് വെളി ചെയ്യാൻ പറ്റില്ലേ? ചെയ്യാൻ പറ്റും സാറേ. CA-കാർക്കുള്ളൊരു പ്ലസ് പോയിന്റ് നമ്മൾ നേരത്തെ വക്കീലന്മാരുടെ കാര്യം, അഡ്വക്കേറ്റ്സിന്റെ കാര്യം പറഞ്ഞ പോലെ ഫ്രീ ആയിട്ട് പ്രാക്ടീസ് ചെയ്യാനുള്ള പവർ, ഇന്ത്യക്കകത്ത് പ്രാക്ടീസ് ചെയ്യാനുള്ള പവർ CA-കാർക്ക് മാത്രമേ ഉള്ളൂ. ACCA-കാർക്ക് എംപ്ലോയ്മെന്റ് വരുമ്പോൾ ജോലി വരുമ്പോൾ രണ്ടിനും സെയിം ആണ്. പക്ഷേ പ്രാക്ടീസ് UK അല്ലെങ്കിൽ ചില അവരെ അസോസിയേറ്റ് ചെയ്യുന്ന കൺട്രീസ് പ്രാക്ടീസ് ചെയ്യും. ഇത് രണ്ടിലും പഠിക്കാനുള്ള ഏതാണ്? ഒരു സ്റ്റുഡന്റിന്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ നിന്ന് നോക്കുമ്പോൾ ശരിക്കും നമ്മൾ സബ്ജക്ട് വൈസ് നോക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ പേപ്പർ വൈസ് നോക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് സെയിം ആണെങ്കിലും നമുക്ക് ഈ ഫ്ലെക്സിബിലിറ്റി ഉണ്ടല്ലോ. ഒരു പേപ്പർ ക്ലിയർ ചെയ്താൽ പിന്നെ ആ പേപ്പർ ആലോചിക്കേണ്ട അപ്പോൾ നമ്മളോട് വരുന്ന കുട്ടികളിൽ വലിയൊരു ശതമാനവും ACCA-ലേക്ക് പോകുന്നുണ്ടോ ഇത്തരം കാര്യങ്ങൾ മനസ്സിലാക്കുമ്പോൾ? അതോ CA തന്നെ നിൽക്കുന്നു? എല്ലാത്തിലേക്കും വരുന്നുണ്ട്. ഇപ്പോൾ പൊതുവെ ചില ആൾക്കാർ പിന്നെ CA എന്നുള്ള കേൾക്കുമ്പോഴുള്ള ഒരു പേടിയുണ്ടല്ലോ. പിന്നെ ആ കോഴ്സിന്റെ ഈ ഒരു ഗ്രൂപ്പ് സിസ്റ്റം അത് കേൾക്കുമ്പോഴാണ് പല ആൾക്കാരും ACCA-ലേക്ക് വരുന്നത്. പിന്നെ പുറത്തും കൂടി പോവുകയാണെങ്കിൽ CA ആയാലും ACCA ആയാലും സെയിം ഓപ്പർച്യൂണിറ്റി. കോസ്റ്റ് നോക്കുമ്പോൾ ACCA കുറച്ച് കോസ്റ്റ്ലിയാണ്. അവിടുത്തെ പൗണ്ടിലാണ് അധിക ഫീസും കാര്യങ്ങളൊക്കെ. ശരി. അപ്പം സർട്ടിഫിക്കറ്റ് കിട്ടുന്നതും അവിടെ നിന്നുള്ള റോയൽ ചാർട്ടർ പ്രൊഫഷനാണ്. ബ്രിട്ടീഷ് റോയൽ ചാർട്ടറിൽ ലിസ്റ്റ് ചെയ്ത പ്രൊഫഷൻ. അപ്പോൾ ഈ വേറെ രാജ്യങ്ങളിലോട്ട് മൈഗ്രേറ്റ് ചെയ്യുന്നവർക്ക് ഇങ്ങനൊരു ക്വാളിഫിക്കേഷൻ കയ്യിലുണ്ടെങ്കിൽ ഭയങ്കര പ്ലസ് പോയിന്റ് ആണ്. ACCA പോലത്തെ ഒരു ക്വാളിഫിക്കേഷൻ കയ്യിലുണ്ടെങ്കിൽ കാനഡയിലോ ഇപ്പോൾ ഒരു ട്രെൻഡ് ഉണ്ടല്ലോ, മൈഗ്രേറ്റ് ചെയ്യുന്നവർക്ക് ഭയങ്കര ഈസിയാണ്. PR കിട്ടാനും ബാഹ്യ കാര്യങ്ങൾക്ക് ഭയങ്കര ഹെൽപ്ഫുള്ളാണ്. അത് എത്ര കാലത്തെ കോഴ്സാണ്? അതും നമുക്ക് ഏകദേശം ഇതേ ഒരു ഡ്യൂറേഷൻ തന്നെയാണ്. അതിന്റെ ഇന്റേൺഷിപ്പ് അടക്കം നോക്കുകയാണെങ്കിൽ പക്ഷെങ്കിൽ CA ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നമുക്കത് കുറച്ചും കൂടി നേരത്തെ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. CA-ക്ക് ഇൻ ബിറ്റ്വീൻ ഇന്റേൺഷിപ്പ് കമ്പൾസറിയാണ്. ഇതിന് നമ്മൾ കോഴ്സ് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം ഇന്റേൺഷിപ്പ് ചെയ്യാം, ഇൻ ബിറ്റ്വീനും ഇന്റേൺഷിപ്പ് ചെയ്യാം. അപ്പോൾ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാൻ ചിലപ്പോൾ CA-നേക്കാൾ നേരത്തെ പറ്റും. ഇന്റേൺഷിപ്പ് അടക്കം നോക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് സെയിം തന്നെ. അപ്പോൾ നമ്മുടെ കോഴ്സ് എന്ന് പറയുന്നത് ഇൻക്ലൂഡിങ് ഇന്റേൺഷിപ്പ് ആണോ? ഇന്റേൺഷിപ്പ് എന്ന് പറയുന്നത് പുറത്തു പോയിട്ടാണ് അവരെന്ത് ചെയ്യുന്നത്, പ്രാക്ടീസ് ചെയ്യുന്നത്. അതിപ്പോൾ ഇഷ്ടംപോലെ ഇപ്പോൾ നമ്മുടെ ബിഗ് 4 കമ്പനീസ്, ഇത്തരം കുറേ കമ്പനീസ്, ഓഡിറ്റിംഗ് ഫേംസ് ഒക്കെ അവർ റിക്രൂട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് നമ്മളായിട്ട് പ്രൊവൈഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഏണസ്റ്റ് & യങ്, PwC, KPMG ACCA-ക്കാരെ നല്ല രീതിയിൽ റിക്രൂട്ട് ചെയ്യുന്നു. അപ്പോൾ ഇതിൻ്റെ ഒരു ഫീസ് സ്ട്രക്ചർ എങ്ങനെയാണ്? ഈ CA-ക്ക് ഏകദേശമൊക്കെ നമ്മൾ എത്ര രൂപ മുടക്കേണ്ടി വരും പഠിക്കാൻ? CA-ക്ക് ഓരോ സ്റ്റേജിൽ ഓരോ ഫീസാണ്. ഫൗണ്ടേഷൻ, ഇൻ്റർ, ഫൈനൽ 3 ലെവലാണ് വരുന്നത്. അതിൽ ഇൻ്റർമീഡിയറ്റിനാണ് കുറച്ചധികം ഫീസ് വരുന്നത്. എക്സാക്ട് ഫീസ് ടെക്നിക്കൽ അങ്ങനെയാണെങ്കിൽ അത് നമ്മൾ നമ്പർ തരാം, വിളിച്ച് ചോദിച്ചാൽ മതി. കാരണം എന്തായാലും ഈ പറഞ്ഞ പോലെ ഇത്രയും കഠിനമായ കോഴ്സ് ആയതുകൊണ്ട് ഇല്ല, ഫീസ് കഠിനമല്ല. അല്ല, ഈ കൊമേഴ്സ് മേഖലയുടെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് നമ്മുടെ സയൻസ് ഫീൽഡ് പോലെ എക്സ്പെൻസീവ് അല്ല. ഒരിക്കലും എഞ്ചിനീയറിംഗ് പോലെയോ മെഡിസിൻ പോലെയോ ഒട്ടും അല്ല. കാരണം ഇതിനകത്ത് ഉപകരണങ്ങളൊന്നും ഇല്ലാതെ ആണല്ലോ അല്ലേ? അതിൻ്റെ ഒരു 1/4 എന്ന് വേണമെങ്കിൽ പറയാം. അതെ ഫീസ്. അപ്പോൾ നമുക്കിനി ജോമലിലേക്ക് വരാം. എന്താണ് ജോമൽ പഠിപ്പിക്കുന്ന വിഷയം? എൻ്റെ കോഴ്സുകൾ മെയിനായിട്ടും CMA and CS ആണ്. CA ക്ലാസ് എടുക്കുന്നുണ്ട്, ഫോക്കസ് ചെയ്യുന്നത് CMA and CS ആണ്. CS എന്ന് പറഞ്ഞാൽ കമ്പനി സെക്രട്ടറി അല്ലേ? ഈ നമ്മളൊക്കെ മാതൃഭൂമിലൊക്കെ ജോലി ചെയ്യുമ്പോഴത്തേക്കും ഈ കമ്പനി സെക്രട്ടറി എന്ന് പറഞ്ഞാൽ നമ്മുടെയൊക്കെ വിചാരം എന്തോ ഒരു സെക്രട്ടറി, ഒരു PA എന്നുള്ളത്. പക്ഷെ അങ്ങനെയല്ല. ശരിക്കും പറഞ്ഞാൽ കമ്പനിയുടെ മൊത്തത്തിലുള്ള അല്ലേ എല്ലാ കാര്യങ്ങളും നോക്കേണ്ട ഒരാളാണ് കമ്പനി സെക്രട്ടറി അല്ലേ? അതപ്പോൾ എത്ര വലിയ കമ്പനികളിലാണ് അത് വേണ്ടി വരുന്നത്? അതായത് അതിനൊരു ബാറുണ്ടോ? ഉണ്ട്, ഒരു ക്രൈറ്റീരിയ ഉണ്ട്. ആപ്ലിക്കബിൾ കമ്പനീസും സംഭവമുണ്ട്. അത് ഈ കമ്പനീസ് ആക്ടിലാണ് പ്രിസ്ക്രൈബ് ചെയ്യുന്നത്. അപ്പോൾ ആപ്ലിക്കബിൾ കമ്പനീസിന് ഒരു കമ്പനി സെക്രട്ടറി ഉണ്ടായിരിക്കണം, ഒരു CS എപ്പോഴും ഉണ്ടായിരിക്കണം എന്നാണ് പറയുന്നത്. ഫുൾ ടൈം കമ്പനി സെക്രട്ടറി ഫുൾ ടൈം വേണം. കാരണം കംപ്ലയൻസിന്റെ മൊത്തം ഉത്തരവാദിത്തം അവർക്കാണ്. ഫോർ എക്സാമ്പിൾ AGM കണ്ടക്ട് ചെയ്യുക, മിനിറ്റ്സ് ബുക്ക് മെയിൻറ്റെയിൻ ചെയ്യുക, ടെക്നിക്കൽ എല്ലാ കാര്യങ്ങളും കംപ്ലയൻസിന്റെ മൊത്തം ഉത്തരവാദിത്തം ഈ CS-നായിരിക്കും.
അതുകൊണ്ട് തന്നെ അവരെ നമ്മൾ KMP എന്ന ഒരു ലിസ്റ്റിംഗ് ആയിട്ട്, അതായത് കീ മാനേജറിയൽ പേഴ്സൺ എന്ന് പറയാം. അതായത് ഹോൾ ടൈം ഡയറക്ടർ, MD ആ റേഞ്ചിലേക്കാണ് ഇവർ കാണുന്നത്. അപ്പോൾ അവർ അതിൻ്റെ സിലബസ് എന്ന് പറയുന്നത് CA ഒക്കെ എന്തെങ്കിലും ബന്ധമുള്ളതാണോ? ഒരു അല്പം ബന്ധമുണ്ട്. കാരണം കൊമേഴ്ഷ്യൽ ആസ്പെക്ട് നോക്കുമ്പോൾ ഫൈനാൻഷ്യൽ അക്കൗണ്ടിങ് പഠിച്ച ആൾക്ക് മാത്രമേ കുറച്ച് കണക്ഷൻ ഉണ്ടാവണല്ലോ. പക്ഷെ നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് മെയിനായിട്ട് ലോസ് ആണ്, കൊമേഴ്ഷ്യൽ ലോസ് ആണ്. അക്കൗണ്ടിങ്ങിന് പകരം നമ്മൾ ലോയിലേക്കാണ് ഫോക്കസ് ചെയ്യുക. അല്പം കൂടെ തിയററ്റിക്കൽ അപ്രോച്ച് ആണ്. അതെന്ത് പഠിച്ചിട്ട് അതിലേക്ക് വരേണ്ടത്? CS-ന് മെയിനായിട്ട് എൻട്രീസ് 2 വഴിക്കുണ്ട്. ഒന്ന് +2 കഴിഞ്ഞിട്ട് CSET എന്ന എൻട്രൻസ് എഴുതി വരാം. അതല്ലെങ്കിൽ ഡിഗ്രി കഴിഞ്ഞിട്ട് വരാം. LLB കഴിഞ്ഞാലും അങ്ങനത്തെ ഗ്രാജുവേഷൻ കഴിഞ്ഞിട്ട് നേരിട്ട് വരാം. LLB കഴിഞ്ഞ പലരും ഇതിൽ CS എടുത്തിട്ടുണ്ട് അല്ലേ? ഒരുപാട് പേര് വരുന്നത് ട്രെൻഡാണ്. പേപ്പർ എക്സംഷൻ ഉണ്ട്. അതാണ്. അത് എത്ര കാലത്തെ കോഴ്സാണ് CS? ഒരു ആവറേജ് പറയുകയാണെങ്കിൽ ഒരു 3 years കോഴ്സാണ്. 3 year കൊണ്ട് ഫിനിഷ് ചെയ്യാൻ പറ്റിയ കോഴ്സാണ്. പ്രൊവൈഡർ എല്ലാം ഫസ്റ്റ് ലെവലിൽ ക്ലിയർ ചെയ്യുകയാണെങ്കിൽ. അതിൻ്റെ ജോലി സാധ്യത എങ്ങനെയാണ്? CS-ന് ഇപ്പോൾ ഒരുപാട് വേക്കൻസി ഉണ്ട്. അതിൻ്റെ കാരണം എന്ന് വെച്ചാൽ ഈ കോഴ്സ് ഒരുപാട് സാച്ചുറേറ്റ് ആയിട്ടില്ല. ഒരുപാട് നാളത്തെ കോഴ്സാണ്. 1971 കാലഘട്ടത്തിൽ തന്നെ ആക്ട് വഴി സ്റ്റാറ്റ്യൂട്ടറി ആക്ട് ഉണ്ടാക്കിയ കോഴ്സാണ്. പക്ഷേ ഈ കമ്പനീസിന്റെ വളർച്ചയ്ക്കനുസരിച്ചുള്ള സഫീഷ്യന്റ് ആയിട്ടുള്ള സപ്ലൈ ഡിമാൻഡ് മീറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ശരിക്കും നല്ല ഹൈലി പെയ്ഡ് ആണ്. കാരണം അത്ര ഡിമാൻഡ് ഉണ്ടല്ലോ. പലപ്പോഴും ഈ കമ്പനീസിന് ആളെ കിട്ടാത്ത അവസ്ഥ വരെ ഉണ്ടായിട്ടുണ്ട്. ഇപ്പൊ നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ പോലും ചെൻകോരൊക്കെ ഉണ്ടാകുന്നുണ്ട് CS കാരുണ്ടെങ്കിൽ പറയണം. ഇഷ്ടം പോലെ വേക്കൻസി. കാരണം MCA-യുടെ റൂൾസ് അല്ലെ MCA ഉണ്ടാക്കുന്ന നോംസ് ഒക്കെ കോംപ്ലിക്കേറ്റഡ് ആയി മാറുമ്പോൾ റിക്വയർമെന്റ്സും അത്രയും ഡിമാൻഡ് വരും. ശരി, ഓക്കെ. അപ്പോൾ ഈ പറഞ്ഞ പോലെയാണ് നമ്മളധികം എന്താ മനസ്സിലാകാതെ പോകുന്ന ഒരു മേഖലയായിട്ടാണ് ഈ CS-ന് എനിക്ക് തോന്നിയിരിക്കുന്നത്. നമ്മൾ പലപ്പോഴും ഈ പറഞ്ഞ പോലെ ഈ ഡോക്ടർ, എഞ്ചിനീയർ എന്നുള്ള മട്ടിലേക്ക് പോകാതെ ഇത്തരത്തിലുള്ള ഗംഭീരമായ കോഴ്സുകളൊക്കെ ഉണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ അടുത്തത് CMA എന്താണ് ബേസിക്കലി? CMA-യുടെ ഫുൾ ഫോം കോസ്റ്റ് ആൻഡ് മാനേജ്മെന്റ് അക്കൗണ്ടിംഗ് എന്നാണ്. അപ്പോൾ അവർ ഫോക്കസ് ചെയ്യണത് ഇപ്പം മുഹമ്മദ് സാർ പറഞ്ഞ പോലെ CMA US-ന്റെ ഇന്ത്യൻ വേർഷനാണ്. അപ്പം നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് കോസ്റ്റ് കൺട്രോൾ, കോസ്റ്റ് റിഡക്ഷൻ, അതുപോലെ മാനേജ്മെന്റ് സൈഡ്. ഒരു ഔട്ട്പുട്ട് ഉണ്ടാക്കുമ്പോൾ എങ്ങനെ കോസ്റ്റ് കൺട്രോൾ ചെയ്യാം. അതേപോലെ ഇന്ത്യയിൽ ഇപ്പോൾ കോസ്റ്റ് ഓഡിറ്റ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഉണ്ട്. അതിന്റെ സ്റ്റാറ്റ്യൂട്ടറി കംപ്ലൈൻസ് ചെയ്യേണ്ടത് കോസ്റ്റ് അക്കൗണ്ട്. ഇപ്പം നമ്മൾ നേരത്തെ CS പറഞ്ഞില്ലേ, അവർക്കും ഉണ്ട് ഓഡിറ്റ്. സെക്രട്ടറിയൽ ഓഡിറ്റ് എന്ന് പറയും. അത് നിർബന്ധമാണ്. ഈ പറഞ്ഞ ആപ്ലിക്കബിൾ കമ്പനീസ് നിർബന്ധമാണ്. അതുപോലെ തന്നെ CMA-ക്കാർക്ക് കോസ്റ്റ് ഓഡിറ്റ് ഉണ്ട്. ഫൈനാൻഷ്യൽ ഓഡിറ്റ്, കോസ്റ്റ് ഓഡിറ്റ്, ദെൻ സെക്രട്ടറിയൽ ഓഡിറ്റ്. അങ്ങനെ 3 ഓഡിറ്റ് ചെയ്യുന്ന. പിന്നെ ഇന്റേണൽ ഓഡിറ്റ് CMA-ക്കും CA-ക്കും 2 പേർക്കും ചെയ്യാൻ പറ്റും. ശരിക്കും കമ്പനി സെക്രട്ടറി കമ്പനിയുടെ ഒരു ഫ്രണ്ട് ഫേസ് ആണ്. ചാർട്ടേഡ് അക്കൗണ്ട്സ് ഒക്കെ പുറകിലാണ്. കാരണം KMP ടേബിളിൽ CS മാത്രമേ ഉള്ളൂ. അപ്പം ഇത് അതിനും ഇതേ ഡ്യൂറേഷൻ ആണോ പഠിക്കാൻ? CMA-ക്ക് ഏകദേശം സെയിം ഡ്യൂറേഷൻ ആണ്. കാരണം ഇപ്പോൾ കോഴ്സിന്റെ കാലാവധി കുറച്ച് ഇപ്പം ഈ അടുത്ത്. അപ്പം 3 to 4 years എന്തായാലും ഇന്റേൺഷിപ്പ് ഇൻ ബിറ്റ്വീൻ നമുക്ക് 15 months. അപ്പോൾ അതിനും ഡിഗ്രി കഴിഞ്ഞിട്ട് വന്നാൽ മതിയോ? അങ്ങനെയാണ്. അതിന് 2 എൻട്രി ഉണ്ട്. ഒന്നെങ്കിൽ ഡിഗ്രി കഴിഞ്ഞ് വരാം, അതാണ് ഡയറക്റ്റ് എൻട്രി എന്ന് പറയും. അല്ലെങ്കിൽ +2 കഴിഞ്ഞിട്ട് നേരിട്ട് ജോയിൻ ചെയ്യാം. അപ്പോൾ ഈ പറഞ്ഞ മൂന്ന് പേരും പറഞ്ഞ കോഴ്സുകളിൽ എൻട്രൻസ് വേണ്ടത് ഏതിനൊക്കെയാണ്? മൂന്നിനും എൻട്രൻസ് ഉണ്ട്. CA-ക്കും ഉണ്ട്. എൻട്രൻസ് എഴുതാൻ താല്പര്യമില്ല എങ്കിൽ ഡിഗ്രി കഴിഞ്ഞിട്ട് ഡയറക്റ്റ് ഇത് +2 കഴിഞ്ഞാലാണ്. മൂന്നിന്റെ ഗേറ്റ് എൻട്രി +2 ആണ്. ഇപ്പോൾ CA-യുടെ എൻട്രൻസ് ആണ് CA ഫൗണ്ടേഷൻ. CMA-യുടെ CMA CAT എന്ന് പറയും. CS-ന്റെ CSET എന്ന് പറയും. 3 എൻട്രൻസ് ഉണ്ട്. അല്ലെങ്കിൽ സാർ പറഞ്ഞ പോലെ ഡിഗ്രി കഴിഞ്ഞിട്ട് നേരിട്ട് ഓപ്റ്റ് ചെയ്യാം. അപ്പോൾ നമ്മളോട് പഠിക്കാൻ വരുന്ന കുട്ടികളെ ഏത് വിഭാഗത്തിൽ പെടുന്നതാണ്? കൂടുതൽ +2 കഴിഞ്ഞ് വരുന്നതാണോ ഡിഗ്രി കഴിഞ്ഞ് വരുന്നവരാണോ? ഇപ്പോൾ കൂടുതലും +2 കഴിഞ്ഞിട്ട് കുട്ടികളുടെ ഇടയിൽ ഒരു അവയർനെസ് വന്നിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് കരിയർ സെറ്റ് ആക്കാനുള്ള ഒരു ഞാൻ പഠിച്ച കാലഘട്ടത്തിലൊക്കെ ഫൗണ്ടേഷൻ റൂട്ട് വരുന്നവർ വളരെ കുറവാണ്. എൻട്രൻസ് എഴുതി വരുന്നത്. ഞാനും ഡിഗ്രി കഴിഞ്ഞിട്ട് BCom കഴിഞ്ഞിട്ടാണ്. പക്ഷെ ഇപ്പോൾ +2 കഴിഞ്ഞ ഒത്തിരി കുട്ടികൾ വരുന്നുണ്ട്. പക്ഷെ അത് കുട്ടികൾ ബ്രൈറ്റുമാണ്, അവർ ക്രാക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് എത്രത്തോളം ഡിഫിക്കൽട്ടാണ് ഈ എൻട്രൻസ് എന്ന് പറയുന്നത്? എൻട്രൻസിന് സിസ്റ്റമാറ്റിക് കോച്ചിങ് വേണം. കോച്ചിങ് തന്നെ വേണം. കോച്ചിങ്ങിലെ സ്വന്തം സെൽഫ് സ്റ്റഡി ചെയ്യാം. സമയം ഡ്യൂറേഷൻ കൂടും. ഇതെല്ലാം നമുക്ക് ഒരാൾക്ക് ടൈം എടുത്ത് പഠിക്കാവുന്നേ ഉള്ളൂ. ഡ്യൂറേഷൻ എന്ന് പറയുന്ന ഒരു ഫാക്ടാണ്. ആരാ ഇതിന് പഠിപ്പിക്കുന്ന എൻട്രൻസിന്? നിങ്ങൾ തന്നെ പഠിപ്പിക്കുന്നു? ചാർട്ടേഡ് അക്കൗണ്ടൻസും കോസ്റ്റ് അക്കൗണ്ടൻസും കമ്പനി സെക്രട്ടറീസും തന്നെ. അല്ല, ഞാൻ ചോദിച്ചത് നമ്മുടെ ഈ സ്ഥാപനത്തിൽ അത് പഠിപ്പിക്കുന്നു. അത് ശരി. അപ്പോൾ അത് എത്ര കാലം വേണം? എത്ര കാലത്തെ കോഴ്സാണ് ഈ എൻട്രൻസ് ഒരുക്കുന്ന കോഴ്സ്? ക്ലാസ് മാത്രമായിട്ട് ഒരു 6 months ആണ്. അതൊരു സ്റ്റഡി പീരീഡ് പറയുന്നുണ്ട് ഇൻസ്റ്റിറ്റ്യൂട്ട്. ആ പീരീഡ് കഴിഞ്ഞാൽ എക്സാം എഴുതാൻ പറ്റുള്ളൂ. ജോയിൻ ചെയ്തൊരു നോർമലി ഒരു 6 months അല്ലെങ്കിൽ 9 months കഴിഞ്ഞിട്ട് എക്സാം അറ്റൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പോൾ +2 കഴിഞ്ഞ് ക്ലാസ് എടുത്തു കഴിഞ്ഞാൽ ഒരു 6 മാസം കഴിഞ്ഞാൽ എൻട്രൻസ് എഴുതാം. വർഷത്തിലൊരു 3 പരീക്ഷ എഴുതാം, 3 എൻട്രൻസ് എഴുതാം. 3 തവണ ഉണ്ട്. ചാൻസ് ലിമിറ്റ് ഒന്നുമില്ല, എത്ര തവണ വേണം എഴുതാം. പക്ഷേ വർഷത്തിൽ 3 എക്സാം ഉണ്ട്. അപ്പോൾ നമ്മളങ്ങനെ അമ്മച്ചി കൊട്ടാരത്തിൻ്റെ മുറ്റത്തെത്തി. നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും നമ്മുടെ വീഡിയോയിൽ ഇത് കണ്ടത്.
എത്ര വർഷം ഞാൻ മറന്നു കേട്ടോ പഴക്കം. 200 സംതിങ് വർഷം പഴക്കമുണ്ടെന്നാണ് എൻ്റെ ഓർമ്മ. തിരുവിതാംകൂർ രാജാക്കന്മാരുടെ വേനൽക്കാല വസതിയായിരുന്നു. ഇപ്പോൾ ധാരാളം സിനിമ ഷൂട്ടിങ്ങൊക്കെ നടക്കുന്നുണ്ട്. കാർബൺ എന്നൊക്കെ പറയുന്ന സിനിമ പൂർണ്ണമായിട്ടും ഇവിടെയാണ് ഷൂട്ട് ചെയ്തത്. എൻ്റെ മുറ്റത്താണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ ഇനി എനിക്കൊരു പ്രധാനപ്പെട്ട ചോദ്യം ചോദിക്കാനുള്ളത്, ഇപ്പോൾ നമ്മളീ പറഞ്ഞ കോഴ്സുകളെല്ലാം എനിക്ക് നിങ്ങൾ പറഞ്ഞതനുസരിച്ച് എല്ലാം ഹൈലി പെയ്ഡാണ് എന്നൊക്കെയുള്ള കാര്യങ്ങൾ എനിക്ക് മനസ്സിലായി. നിങ്ങളെന്തുകൊണ്ട് അത്രയും ജോലി ചെയ്യാതെ അധ്യാപനത്തിൽ നിൽക്കുന്നത്? ന്യായമായ ചോദ്യമില്ല. ഇത് കേട്ടോണ്ടിരിക്കുന്ന എല്ലാവരും ചോദിച്ചൊരു ചോദ്യം. ഇപ്പോൾ എൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഞാൻ 2011 CA ക്വാളിഫൈ ചെയ്തത്. BCom കഴിഞ്ഞിട്ട് ഒരു 5 വർഷം ഞാൻ എൻ്റെ പുറകെ നടന്നു, പിടിവിട്ടില്ല, കൊണ്ടേ പോകുന്നുള്ള വാശിയായിരുന്നു, ക്വാളിഫൈ ചെയ്തു. അന്ന് എനിക്ക് 2011 KPMG എന്ന് പറയുന്ന ബിഗ് ഫോറിൽ നിന്ന് എനിക്കൊരു ഓഫർ അന്ന് വന്നായിരുന്നു. അന്ന് എനിക്ക് തന്ന ഓഫർ മന്ത്ലി 50,000 റുപ്പീസാണ്. അത് ഞാനീ പറഞ്ഞ 2011 അപ്പോൾ ഹൈലി പെയ്ഡ് എന്ന് പറയാൻ കാരണം നമ്മുടെ കേരളത്തിൽ ഇപ്പം ചില കുട്ടികൾക്ക് ഇത് ക്വാളിഫൈ ചെയ്ത് കഴിഞ്ഞാലും വീട് വിട്ട് ഇപ്പം ഹോം സിക്നസ്സോ അല്ലെങ്കിൽ കേരളം വിട്ട് പോകാൻ താല്പര്യമില്ലാത്തവരുണ്ട്. അപ്പോൾ നമ്മുടെ കേരളത്തിലെ കാര്യം പറയുകയാണെങ്കിൽ NBFC നോൺ ബാങ്കിങ് ഫൈനാൻഷ്യൽ കമ്പനി, ഇപ്പോൾ മണപ്പുറം, കൊശമറ്റം അതുപോലുള്ള NBFCകൾ പോലും ഒരു വർഷം 10 ലക്ഷം മുതൽ 12 ലക്ഷം വരെ ഓഫർ ചെയ്യുന്നുണ്ട് ഫ്രഷേഴ്സിന് ക്വാളിഫൈ ചെയ്ത ആൾക്കാർ. ഇപ്പോൾ ടെക്നോ പാർക്കിൽ നമ്മൾ നോക്കുവാണെങ്കിൽ, ടെക്നോ പാർക്ക്, ഇൻഫോ പാർക്കിലൊക്കെ നോക്കുവാണെങ്കിൽ IT കമ്പനികൾ മിനിമം 9 lakhs തൊട്ട് അവിടെ നിന്ന് അങ്ങോട്ട്, അത് അവരുടെ കാപ്പബിലിറ്റി പോലെ ഇന്റർവ്യൂ ചെയ്യുമ്പോൾ അവരുടെ റിക്വയർമെന്റ് അനുസരിച്ച്. ഇപ്പോൾ CA ടു CMA CS-ന് ഉണ്ടെന്നുള്ളത് അറിയില്ല. ക്യാമ്പസ് പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞിട്ട് ഒരു പ്ലേസ്മെന്റ് നേരത്തെ ചോദിച്ചപ്പോൾ സാറ് വിട്ടുപോയതാ. അപ്പോൾ ഈ ക്യാമ്പസ് പ്ലേസ്മെന്റ് ഓൾ ഇന്ത്യ ലെവലിൽ 4 റീജിയണൽ ഓഫീസിലും നടക്കുന്നുണ്ട്. അത് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് തന്നെ പ്രൊവൈഡ് ചെയ്യും. III അല്ല, ICA പോലെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് അക്കൗണ്ടൻസ് ഓഫ് ഇന്ത്യ. ഓരോ 6 മാസം കഴിയുമ്പോൾ ഈ ലിസ്റ്റ് വരുമ്പോൾ നമുക്ക് അതിന്റെ സാലറി കറക്റ്റ് ഏതൊരാൾക്കും ചെയ്യാൻ പറ്റും. കിട്ടിയ സാലറി തന്നെ അറിയാൻ പറ്റും, റേഞ്ച് അറിയാൻ പറ്റും. ഇപ്പൊ പറഞ്ഞ പോലെ ഇപ്പൊ ആവറേജ് സാലറി ഇപ്പൊ 10 lakhs ആണ് പറയുന്നത് ഇന്ത്യയിലെ ഒരു ഫൈനാൻഷ്യൽ പ്രൊഫഷണലിന്. അത് 32 lakhs വാങ്ങിക്കുന്ന ആൾക്കാരുണ്ട് അതേ ക്യാമ്പസ് പ്ലേസ്മെന്റിന്. 78 lakhs വരെ റാങ്ക് ഹോൾഡേഴ്സിന് ഓഫർ ചെയ്ത കേസുണ്ട്. ഓവർസീസും അതൊക്കെ വരുമ്പോൾ ചിലത് 78 lakhs ഒക്കെ വരുന്നുണ്ട്. ശരി. അപ്പോൾ എനിക്ക് മനസ്സിലായി മറ്റേന്ന് വെച്ചാൽ ഇതിലൊക്കെ കൂടുതൽ പൈസ ഇവർ വാങ്ങിക്കുന്നുണ്ടെന്നുള്ളതാണ് ശമ്പളമായിട്ട്, അല്ലേ? പറഞ്ഞു വരുമ്പോൾ ടീച്ചിങ്ങിന്റെ അത് പാഷൻ തന്നെയാണ്. പാഷൻ തന്നെ. ഞാൻ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്, പ്രാക്ടീസ് ഉണ്ട്, അതിനോടൊപ്പം ടീച്ചിങ് ആണ്. പക്ഷെ മെയിൻലി ടീച്ചിങ് ആണ്, പാഷൻ തന്നെയാണ്. നമ്മൾ ഒരു ജോലി ചെയ്യുന്ന പോലെ അല്ലല്ലോ, നമുക്ക് ഇഷ്ടമുള്ളത് എൻജോയ് ചെയ്യുമ്പോൾ നമുക്ക് ജോലിയായിട്ട് ഫീൽ ചെയ്യില്ല. അതെ, തീർച്ചയായിട്ടും. തന്നെയല്ല ഇത്രയും എവിടെ ചെന്നാലും നമ്മൾ പഠിപ്പിച്ച കുട്ടികൾ സിയക്കാരായിട്ടൊക്കെ ഇരിക്കുന്നതിൻ്റെ സന്തോഷം ഉണ്ടല്ലോ, അല്ലേ? നമ്മളിപ്പോൾ എവിടെയൊക്കെയാണ് ഉള്ളത് III നമുക്ക് ഓഫ് ക്യാമ്പസ് ആയിട്ടുള്ളത്? IIIക്ക് 3 ബ്രാഞ്ചാണ്. ഒന്ന് ട്രിവാൻഡ്രമാണ്, പിന്നെ മറ്റൊന്ന് വരുന്നത് എറണാകുളത്തും, പിന്നെ ഒന്ന് കോഴിക്കോടും. നമുക്ക് കോട്ടയത്ത് ഒരു അക്കാഡമിക് വിങ്ങും ഉണ്ട്. നമ്മുടെ അക്കാഡമിക് ഹെഡ് ക്വാർട്ടേഴ്സ് അവിടെയാണ്. അവിടെ 100ഓളം പേര് നമുക്ക് അക്കാഡമിക് റിസർച്ചുമായി ബന്ധപ്പെട്ടും മെറ്റീരിയലിന് വേണ്ടിയൊക്കെ ആയിട്ട് അവിടെ ഒരു വിങ് ഉണ്ട്. അപ്പം ഇതിൽ ഇപ്പോൾ തുടങ്ങിയിട്ട് 5 വർഷമല്ലേ ഇത്? 5 വർഷം കൊണ്ട് ഇപ്പോൾ എത്രത്തോളം കുട്ടികളൊക്കെ പഠിച്ചിറങ്ങി കാണും? ഇവിടെ ഒരു 1000കണക്കിന് കുട്ടികൾ പഠിച്ചു കാണില്ലേ? തീർച്ചയായും 1000 ഒക്കെ. ഓൺലൈനും ഓഫ്ലൈനും കൂടെ കൂട്ടുവാണെങ്കിൽ നമ്പർ അതൊക്കെ ഒരുപാട് 13,000 മുകളിൽ പോകും. ഉണ്ടോ? കാരണം വെച്ചാൽ ഞാനത് ചോദിക്കാൻ വെച്ചാൽ ഞാൻ താമസിക്കുന്നതിൻ്റെ അടുത്തായിരുന്നു, ഞാൻ നേരത്തെ താമസിക്കുന്നതിൻ്റെ അടുത്തായിരുന്നു എറണാകുളത്തെ III അക്കാഡമി. അപ്പം ആ റോഡ് മുഴുവൻ III അക്കാഡമിയിലെ കുട്ടികൾ എപ്പം നോക്കിയാലും നടക്കുന്നത് കാണുന്നത്. ഇത്രയധികം കുട്ടികളൊക്കെ പഠിക്കുന്നുണ്ടെന്ന് ഞാൻ ആലോചിച്ചിട്ടുണ്ട്. അപ്പം നമുക്കിത് ഓഫ്ലൈനും ഓൺലൈനും ഉണ്ടോ ക്ലാസ്സുകൾ? ഇപ്പോഴും ഉണ്ട്. കോവിഡ് വന്നതിന് ശേഷം ആ ഒരു ഓൺലൈൻ ട്രെൻഡ് കൂടുതലാണ്. റെക്കോർഡുണ്ട് ആണല്ലേ? 3 മോഡ് ക്ലാസ് ഉണ്ട്. ശരി. കുട്ടികൾ വളരെ ഫ്ലെക്സിബിൾ ആയിട്ട് ക്ലാസ് ആണല്ലോ, ഓപ്ഷൻസ് ഉണ്ടല്ലോ. എങ്ങനെയൊക്കെയാണ് അതിന്റെ സാധ്യതകൾ? എങ്ങനെയൊക്കെയാണ് അത് പഠിപ്പിക്കുന്നത്? ഒന്ന് രാവിലെ തൊട്ട് വൈകുന്നേരം വരെയുള്ള ക്ലാസ് ആണോ? ഓഫ്ലൈൻ ക്ലാസ് ഫുൾ ഡേ, മോർണിംഗ് ഒരു 9 മുതൽ ഈവനിങ് ഒരു 5 വരെ. മറ്റേ ഓൺലൈൻ ആണെങ്കിലും ഡിപ്പെൻസ് ആണ്. ചിലപ്പോൾ ചിലത് നമുക്ക് പെട്ടെന്ന് തീർക്കേണ്ട ബാച്ചസ് ഉണ്ടാവും, റെഗുലർ ആയിട്ട് വരുന്ന ബാച്ചസ് ഉണ്ട്. അത് ലൈവ് ക്ലാസ്സസ് ആണോ? ലൈവ് ക്ലാസ് ഉണ്ട്, ലൈവ് ക്ലാസ് അറ്റൻഡ് ചെയ്യാം. ഇല്ലെങ്കിൽ അത് പിന്നീട് അതിന്റെ റെക്കോർഡ് സൗകര്യം പോയി എടുത്ത് കാണാം. അപ്പോൾ അതിന് കൂടുതൽ എന്താണ് ഫീസ് കുറവുണ്ടോ? ഫീസ് കുറവാണോ ഈ ഓൺലൈനിൽ പഠിക്കും? അങ്ങനെ എന്തെങ്കിലും സാധ്യത ഉണ്ടോ അതിന്? അങ്ങനെ ഒരു സാധ്യത ഇല്ല അല്ലേ? നിങ്ങളുടെ മെനക്കേട് ഒരുപോലെയാണല്ലോ, അല്ലേ? അതുപോലെ ക്യാമ്പസ് പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞല്ലോ. അപ്പം നമ്മൾ എല്ലാ വർഷവും നമ്മുടെ ക്യാമ്പസിൽ നിന്ന് ഇങ്ങനെയുള്ള കുട്ടികളെ ഐഡന്റിഫൈ ചെയ്ത് എടുക്കുന്ന ഒരു പരിപാടി ഉണ്ടോ? അല്ല, ക്യാമ്പസ് പ്ലേസ്മെന്റ് നേരത്തെ പറഞ്ഞ പോലെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് അക്കൗണ്ടൻസ് അല്ലെങ്കിൽ ഈ നമ്മുടെ ഈ കൺസേൺഡ് കോഴ്സിന്റെ ഒഫീഷ്യൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ബെസ്റ്റ് ക്ലാസ് പ്രൊവൈഡ് ചെയ്യുക. അവരെ പിന്നെ സാറ് പറഞ്ഞ പോലെ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ തന്നെ ഇഷ്ടംപോലെ കുട്ടികൾ ഇറങ്ങുമ്പോൾ അവരുടെ റെഫറൻസ് കിട്ടും. കമ്പനീസിൽ അവരുടെ റെഫറൻസ് കിട്ടുമ്പോഴുള്ള സപ്പോർട്ടാണ് നമുക്ക് മെയിൻ ആയിട്ട് കൊടുക്കാൻ പറ്റും. പിന്നെ അല്ലാതെ ഇൻസ്റ്റിറ്റ്യൂട്ട് തന്നെ ഇവർക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. ഇപ്പൊ നമ്മുടെ ഞാൻ ക്യാമ്പസ് പ്ലേസ്മെന്റ് അറ്റൻഡ് ചെയ്താണ് സാറ്
ആക്ച്വലി ഈ കോഴ്സ് കഴിയുമ്പോഴത്തേക്ക് ഒരു കുട്ടിക്ക് ഒരു ഐഡിയ ഉണ്ടാവും അവിടെ പ്ലേസ് ആണെന്ന്, അതായത് അല്ല എന്ത് ചെയ്യണം എന്നുള്ളത്. അല്ലാതെ ഒരുപാട് ഇന്റർവ്യൂസിന് വേണ്ടി അങ്ങനെ നമ്മൾ വളരെ ഡെസ്പറേറ്റ് ആയിട്ട് ആവശ്യം വരുന്നില്ല. ഓൺ ദ ടേബിൾ ഓഫേഴ്സ് ഉണ്ടാവും, അത് പിക്ക് ചെയ്യാന്നുള്ള ആ ഒരു പാർട്ടാണ് കുട്ടികളിപ്പം ചെയ്യുന്ന കാര്യം. അപ്പോൾ ഇപ്പം ഈ ക്ലാസ് തുടങ്ങുന്ന ഒരു സമയമാണോ, കോഴ്സ് തുടങ്ങുന്ന സമയമാണോ ഇപ്പം? അതെ അതെ. അപ്പോൾ ഇത് കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് ഇപ്പോൾ അപ്ലൈ ചെയ്യുന്ന സമയമാണ്. തീർച്ചയായും. എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത്? എങ്ങനെയാണ്? ട്രിപ്പിൾ നമുക്ക് ബേസിക്കലി ഒന്നുകിൽ അല്ലാതെ ഇൻകോൾ അപ്പോയിന്റ്മെന്റ്സ് ആണ്, ലൈക്ക് വിളിച്ച് ബുക്ക് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് വെബ്സൈറ്റ്. ഏറ്റവും ഐഡിയൽ ഓഫ്ലൈൻ സെന്ററിൽ വന്ന് ചെയ്യുന്നതാണ്, കാരണം കോഴ്സിനെ പറ്റി വ്യക്തമായ ധാരണ കിട്ടും. ക്യാമ്പസ് കാണാം, ഇൻഫ്രാസ്ട്രക്ചർ കാണാം, എന്താണ് അവിടെ ചെയ്യുന്നത് ശരിക്കും നേരിട്ട് കാണുമ്പോൾ കിട്ടുന്ന. ഈവൻ ഫാക്കൽറ്റീസിനും അത്യാവശ്യം ഒരു എല്ലാ ക്ലാസ് ഉണ്ടാകുമ്പോൾ ഒരുപാട് ഫാക്കൽറ്റീസ് ഉണ്ട് ഈ മേഖലയിൽ. സി എ പഠിക്കുന്ന ഒരു കുട്ടിക്ക് സി എ കാരനോട് തന്നെ സംസാരിക്കാം. ഇതിലെ പ്രധാനപ്പെട്ട ഒരു ആസ്പെക്ട് ഒരു കുട്ടിക്ക് ഈ 3 കോഴ്സ് ഇപ്പം CA CMA CS അതുപോലെ ACA CMA US 5 കോഴ്സ് ഉണ്ട് മൊത്തം 3+2. അതിൽ 3 ഇന്ത്യൻ അടങ്ങുന്ന ഫോറിൻ കോഴ്സുകൾ. ഇതിലൊരു കുട്ടിക്ക് ആപ്റ്റ്യൂഡ് ഉണ്ട്, ഏതാണ് ഏറ്റവും ബെസ്റ്റ്. ഇപ്പൊ ഞാനിപ്പോൾ അഡ്മിഷൻ വേണ്ടി വരുമ്പോൾ എന്റെ മനസ്സിൽ ഇപ്പോൾ കൺഫ്യൂഷൻ ഉണ്ടാവും, CA വേണോ CMA വേണോ. അപ്പോൾ ആ ഒരു പോയിന്റിൽ ഓഫീസ് സെന്റർ വന്നു കഴിഞ്ഞാൽ കരിയർ കൗൺസിലേഴ്സ് ഉണ്ട്, കരിയർ ക്യൂരേറ്റേഴ്സ് ഉണ്ട്, അവർ ആ ആപ്റ്റ്യൂഡ് ചെക്ക് ചെയ്തിട്ട് റൈറ്റ് കോഴ്സ് അവർക്ക് ഗൈഡ് ചെയ്യും. കാരണം ഇല്ലെങ്കിൽ ഇപ്പോൾ ഒരു കുട്ടിക്ക് ഇപ്പം തിയറിറ്റിക്കൽ ആസ്പെക്ട് ആണെന്നുണ്ടെങ്കിൽ CS ആയിരിക്കും ഇപ്പം ബെറ്റർ. അതല്ല പ്രോബ്ലം ആണെങ്കിൽ എപ്പോഴും നമുക്ക് CA kan പ്രിഫർ ചെയ്യാം. അപ്പോൾ അത്തരം ആസ്പെക്ടോട് നോക്കിയിട്ട് റൈറ്റ് കോഴ്സ് ഏതാണെന്ന് ഓപ്റ്റ് ചെയ്യാൻ വേണ്ടി ഈ കരിയർ ക്യൂരേറ്റേഴ്സ് ഹെൽപ്പ് ചെയ്യും. തീർച്ചയായിട്ടും അത് വളരെ ശരിയായ കാര്യമാണ് കേട്ടോ. കാരണം ഈ പറഞ്ഞ പോലെ നമ്മളിപ്പോൾ CA പഠിക്കാൻ വേണ്ടി ഉറപ്പിച്ച് ചെല്ലുമ്പോഴായിരിക്കും കൂടുതൽ സാധ്യത CMA ക്കുണ്ട് എന്ന് അവിടെ ചെല്ലുമ്പോൾ നിങ്ങൾക്ക് തോന്നുന്നെങ്കിൽ അതിലേക്ക് മാറാനുള്ള ഒരു സാധ്യതയുണ്ട്. ഇനി പഠിച്ചു തുടങ്ങിയിട്ട് മാറാനുള്ള സാധ്യതയുണ്ടോ? പഠിച്ച് തുടങ്ങിയാൽ മാറാൻ ഓപ്ഷൻ ഉണ്ട്, പക്ഷേ അത്യാവശ്യം അങ്ങോട്ട് ഈ കോഴ്സസ് ഒക്കെ തമ്മിൽ MOU എന്ന് പറയും, ഒരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ട്. അപ്പോൾ ചില കോഴ്സൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും എക്സംഷൻസ് കിട്ടും. ഇപ്പോൾ CA കഴിഞ്ഞ CMA കഴിഞ്ഞ ഒരാൾക്ക് ACCയുടെ 9 പേപ്പർ എക്സംഷൻ കിട്ടും. അപ്പോൾ അവർക്ക് പിന്നെ 4 പേപ്പേഴ്സ് എഴുതുന്നുണ്ട്. അതേപോലെ ഒരു MOU. അതുപോലെ CA ഫൗണ്ടേഷൻ കഴിഞ്ഞാൽ ആ കുട്ടിക്ക് വേണ്ടി CMA ഇന്റർലോട്ട് കയറാം, ഈ എക്സംഷൻ വെച്ച് കയറാം. അങ്ങനെയുള്ള എക്സംഷൻ സ്കീമുകൾ അത് വേരി ചെയ്യും, ടൈം ടു ടൈം വേരി ചെയ്യും. ബട്ട് ആസ് ഓഫ് നൗ ഉള്ളത് ഇങ്ങനെയൊക്കെ MOUs ഉണ്ട്. അപ്പോൾ ചുരുക്കം പറഞ്ഞാൽ വലിയൊരു ഓഫ് റോഡ് യാത്രയൊന്നും അല്ല കൊമേഴ്സ് കോഴ്സുകൾ എന്നുള്ളതാണല്ലേ. നമ്മൾ തുടങ്ങിയത് ഓഫ് റോഡിലാണല്ലോ അല്ലേ. ശരിക്കും പറഞ്ഞാൽ ഞാൻ 2 തവണ ഇവരുടെ ഇതിൻ്റെ വീഡിയോ ചെയ്തെങ്കിൽ എനിക്ക് ഇപ്പോൾ സത്യം പറഞ്ഞാൽ വളരെ ക്ലിയർ ആയിട്ട് ഐഡിയ എനിക്ക് ഇപ്പോഴാണ് കിട്ടിയത്. എൻ്റെ പേടി ഒത്തിരി കുറഞ്ഞു എന്നുള്ളതാണ് സത്യം ഈ കൊമേഴ്സ് കോഴ്സുകളോട്. കാരണം ഞാനൊക്കെ ഈ ലിറ്ററേച്ചർ പഠിച്ച് വന്നതുകൊണ്ട് നമുക്ക് എപ്പോഴും പേടിയുള്ളൊരു വിഭാഗമായിരുന്നു. പക്ഷേ ഞാനീ പറഞ്ഞ പോലെ നമ്മളെപ്പോഴും സ്ഥിരമായിട്ട് ചെയ്യുന്ന കോഴ്സുകൾക്ക് അപ്പുറത്തേക്കുള്ള പല കോഴ്സുകളുടെ സാധ്യതയാണിപ്പോൾ ഇവർ പറഞ്ഞു തന്നത്. അപ്പോൾ എന്തായാലും നേരെ വിളിച്ച് ചോദിച്ച് കൂടുതൽ മനസ്സിലാക്കുക, അല്ലെങ്കിൽ നേരെ ഈ സെൻറ്റേഴ്സിൽ പോയി കാര്യങ്ങൾ മനസ്സിലാക്കുക, അതാണ് ഇനി വേണ്ടത്. അപ്പോൾ ഞാൻ നമ്പറൊക്കെ കൊടുക്കുന്നുണ്ട്, വിളിച്ചിട്ട് അപ്പോയിൻമെൻറ്റൊക്കെ എടുത്ത് നേരെ ചെന്ന് കാര്യങ്ങൾ കാണുക. തന്നെയല്ല ഞാനിതിൽ പ്രധാനപ്പെട്ട കൊച്ചിയിലെ ക്യാമ്പസ് കണ്ടിട്ടുണ്ട്. അങ്ങേയറ്റം എന്താ പറയുന്നത്, വളരെ ആഡംബരഭരിതമായ ഒരു ഓഫീസ് എന്നാണ് പറയുന്നത് കേട്ടോ. അത് അവിടെ പഠിക്കാനൊരു അനുഭവമായിരിക്കും. തന്നെയല്ല കൊച്ചി നഗര മധ്യത്തിൽ തന്നെയാണ് ആ ക്യാമ്പസ് ഉള്ളത്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഏകദേശം കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞു എന്നാണല്ലേ. എന്തെങ്കിലും അഡീഷണൽ ആയിട്ട് നമുക്കിനി പറയാനുണ്ടോ? ഇപ്പോ നോക്കുമ്പോൾ റിസൾട്ട് ചില കുട്ടികളുടെ ഒക്കെ ഒരു കൺസേൺ ആണ്. ഇത് അതാണല്ലോ പ്രധാന കൺസേൺ, പാസ്സാവോ. അപ്പോൾ നമ്മളിവിടെ ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഏത് കോഴ്സാണെങ്കിലും കേരളത്തിലെ ഏറ്റവും ബെസ്റ്റ് അല്ലെങ്കിൽ ഇന്ത്യയിലെ ബെസ്റ്റ് റിസൾട്ട് നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്നുള്ളതാണ് നമ്മൾ പ്രൗഡായിട്ട് പറയുന്ന ഒരു കാര്യം. ഇതിപ്പോൾ നമുക്ക് ഇതിനൊക്കെ ഓൾ ഇന്ത്യ റാങ്ക്സ് ഉണ്ട്, അതേപോലെ തന്നെ ഗ്ലോബൽ റാങ്ക്സ്. ഇപ്പോൾ ACCA പോലുള്ള കോഴ്സിനൊക്കെ ഗ്ലോബൽ റാങ്ക്സ് ഒക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഈ ഒരു 5 വർഷത്തിനിടയിൽ വളരെ മികച്ചൊരു സെക്യൂർഡ് റാങ്ക്സ് ഒക്കെ കുട്ടികൾക്കൊക്കെ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. കാരണം അത്രയ്ക്ക് മോസ്റ്റ് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഫാക്കൽറ്റീസ് ആണ്. അത് നമുക്ക് മാത്രം അവകാശപ്പെടാൻ പറ്റുന്ന ഒരു കാര്യം എന്നുണ്ടെങ്കിൽ അഹങ്കാരത്തോടെ പറയാം. അത്രയും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഫാക്കൽറ്റീസ് ആണ്. ക്യാമ്പസിലും ഓഫ് റോഡിങ്ങിലും രണ്ടിലും പ്രഗത്ഭരായിട്ടുള്ള അല്ലേ. വേറെ കാര്യം ഇപ്പം ശരിയാണോ, നമ്മൾ ഈ ഇത്തരം കോഴ്സുകളൊക്കെ കോമ്പീറ്റ് ചെയ്യുന്ന ഓൾ വേൾഡിലുള്ള കുട്ടികളുമായിട്ട് അല്ലേ. ഈ CA ഒഴിച്ച് നിർത്തിയ ബാക്കി എല്ലാം ഓൾ വേൾഡ് കുട്ടികളായിട്ടാണ് കോമ്പീറ്റ് ചെയ്യുന്നത്. വേൾഡ് റാങ്ക് കിട്ടാറുണ്ട്, ACCക്ക് വേൾഡ് റാങ്ക്. ശരി. അതുപോലെ ഒരു കാര്യം ചോദിക്കട്ടെ, അറിയാമെങ്കിൽ, അതായത് നമ്മുടെ അവിടെ പഠിച്ചാൽ ഏറ്റവും കൂടുതൽ സാലറി കിട്ടിയപ്പോൾ എത്രയായിരിക്കും സാലറി? അങ്ങനെ ട്രാക്ക് റെക്കോർഡ് കീപ്പ് ചെയ്തിട്ടില്ല. എൻ്റെ അറിവില് ഒരു 30 lakhs മേടിച്ചൊരു ചാർട്ടേഡ് അക്കൗണ്ട് സ്റ്റുഡന്റ് ഉണ്ട്, CA ക്വാളിഫൈ ചെയ്തിട്ട്. പക്ഷെ പുറത്താണ്, ദുബായിലാണ് ഓഫർ കിട്ടിയത് 30 lakhs. എൻ്റെ അറിവില് ഇവിടെ നിന്ന് ഇപ്പൊ ഈ റീസെന്റ് ആയിട്ട്, പണ്ട് ഞാൻ പഠിക്കുന്ന സമയത്തൊക്കെ ഈ പറഞ്ഞ പോലെ 70 lakhs ഒക്കെ എബ്രോഡ് കിട്ടിയവരുണ്ട്. അതന്നെ ഇപ്പൊ ഞാൻ പഠിപ്പിച്ച ACCA കുട്ടികൾക്ക് 65 lakhs 50 lakhs ഒക്കെ കിട്ടും. അതൊക്കെ എബ്രോഡ് തന്നെയാണ്. ഇന്ത്യയിലുള്ള ഒരു സാലറി പാക്കേജും എബ്രോഡ് ഉള്ളത് ഡിഫറെന്റ്. സയൻസ് കഴിഞ്ഞ കുട്ടികൾക്കാണെങ്കിൽ പോലും ഈ കോഴ്സ് കഴിഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും കിട്ടാൻ ഏറ്റവും ബെസ്റ്റ് പാക്കേജ് ആണ്. കാരണം വെച്ചാൽ അനിയത്തി CA ആണ്, അവർക്ക് ഇപ്പോൾ തന്നെ കിട്ടുന്നുണ്ട് ഓൾമോസ്റ്റ് 11 to 12 പാക്കേജ് ഉണ്ട്. അത് മാത്രമല്ല, നമ്മൾ ഈ ഒരു പ്രൊഫഷന്റെ ഏറ്റവും വലിയ പ്രത്യേകത
ഒന്ന് എക്സ്പെൻസ് കമ്പാരിറ്റീവ്ലി വളരെ കുറവാണ്. മറ്റൊന്ന് ഈ ഒരു ഇന്റേൺഷിപ്പിന്റെ സമയത്ത് തന്നെ ഈ സ്പെൻഡ് ചെയ്ത എമൗണ്ട് ഒക്കെ നമുക്ക് തിരിച്ചു പിടിക്കാൻ പറ്റും. അതും പെയ്ഡ് ആണ്. അപ്പോൾ ക്വാളിഫൈ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഈ ചെലവുകളൊക്കെ എന്ത് ചെയ്യാം, തിരിച്ചു കിട്ടും. ഓക്കെ ഓക്കെ ഓക്കെ. ആ അപ്പോൾ എന്തായാലും ഈ പറഞ്ഞ പോലെ ഒത്തിരി നീണ്ടെന്ന് തോന്നും. നമ്മൾ എല്ലാ കാര്യം പറഞ്ഞാൽ നിങ്ങൾ അന്വേഷിക്കാനൊന്നും ഇല്ലാത്ത അവസ്ഥയാണ്. അതുകൊണ്ട് ഇനി കുറച്ച് നേരങ്ങൾ അവിടെ നിൽക്കട്ടെ അല്ലേ. അപ്പോൾ ഞങ്ങളിനി ഇവരോടൊപ്പം ഒന്ന് വണ്ടിയിലൊക്കെ ഒന്ന് കറങ്ങി തിരിച്ചു പോവുകയാണ്. അപ്പോൾ എന്തായാലും ഞാൻ നമ്പേഴ്സ് കൊടുക്കുന്നുണ്ട്, അതുപോലെ തന്നെ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കുന്നുണ്ട്. ആ ലിങ്കിൽ കയറിയാൽ കൂടുതൽ കാര്യങ്ങളും അറിയാൻ പറ്റും. അതുപോലെ തന്നെ നിങ്ങൾക്ക് എൻറോൾ ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം അതിൽ തന്നെ ഉണ്ടാവും. അപ്പോൾ എന്തായാലും രാവിലെ അതിമനോഹരമായ ഒരു ദിവസം രാവിലെ ഞങ്ങളങ്ങനെ ചിലവഴിച്ചു. അപ്പം എൻ്റെ പേടി കുറേ മാറിയിട്ടുണ്ട്. കണ്ടുകൊണ്ടിരിക്കുന്ന പേരൻസിനും ഇത്തരത്തിലുള്ള കോഴ്സുകളെ പറ്റി കൂടുതൽ അറിയാൻ സാധിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ താങ്ക് യു സോ മച്ച് സോമൽ. താങ്ക് യു മുഹമ്മദ്. താങ്ക് യു ജസ്റ്റിൻ. അപ്പോൾ അങ്ങനെ പോവാം അല്ലേ. അപ്പോൾ ശരി. അപ്പോൾ വീഡിയോ ഉണ്ടല്ലോ. നന്ദി. ബൈ.